കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ 4ാമത്തെ പ്രീ മാരിറ്റൽ ക്യാമ്പിലെ അറ്റൻഡൻസ് ആണ്. 3 കല്യാണത്തിന് മുമ്പായിരുന്നു, ഒരെണ്ണം ഇത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരെയും കണ്ടിട്ട് ആദ്യത്തേതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പറയാം, ഓൾ ദ ബെസ്റ്റ്, മോർ ക്യാമ്പ്സ് വിൽ ഫോളോ. അപ്പോൾ നിരാശപ്പെടരുത്, കൂടുതൽ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക, കല്യാണം കഴിക്കും വരെയും ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക. എന്നോട് കൗൺസിലിങ്ങിൽ കല്യാണത്തിന് എങ്ങനെ തയ്യാറായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ 3 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 7 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാനന്ന് വളരെ ധൈര്യത്തോടെ വിചാരിച്ചത് അതൊക്കെ മതിയെന്ന്. എന്നാൽ ഇന്നിപ്പം കഴിഞ്ഞ സെഷനും എനിക്ക് പ്രയോജനപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എനിവേ യു ആർ ഹിയർ, അപ്പം മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ടൈം. എവ്രി പ്രിൻസിപ്പിൾ ഈസ് വാലിഡ്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ഞാൻ ആദ്യമേ എൻകറേജ് ചെയ്യുകയാണ്. എൻ്റെ പേര് ബ്രീസ് മാത്യു, പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഭാര്യയും 5 മക്കളുമുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ, ഡിഗ്രി പഠിക്കുന്നതിൻ്റെ അവസാന വർഷമാണ് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്നെ ഉള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമായിരുന്നു അതിന് മുൻപുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഒരിക്കലും വിവാഹം ആവശ്യമില്ല, നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മറ്റുപാധികൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതി. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു വേസ്റ്റേജ് ഓഫ് ടൈം. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറയാറുണ്ടായിരുന്നു, മംഗല്യം മഹാമണ്ഡത്തരം. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഞാനും വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തിലെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയും കുടുംബജീവിതങ്ങൾ അതിന് സാധ്യമാണ് എന്ന് അറിയുകയും കുട്ടികളെ വളർത്തുന്നത് അനുഗ്രഹപ്രദമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിൽ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടും അത് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. സമൂഹത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് അറിവില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയാം. ആരോട് ചോദിച്ചാലും കുടുംബജീവിതത്തെപ്പറ്റി അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്തുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണവും കുടുംബജീവിതത്തെപ്പറ്റി അവർക്ക് അഭിപ്രായമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന കുടുംബജീവിതം, ദാറ്റ് ഈസ് ദ ട്രൂ ഫാമിലി, ദാറ്റ് ഈസ് ദ ഡിസൈൻ. അതിൽ നിന്നുള്ള അബറേഷൻസ് ആണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിനെ കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പം കുടുംബജീവിതം, ക്രിസ്ത്യൻ മാരേജ് നമ്മൾ ജീവിച്ചു തുടങ്ങുകയും മറ്റ് വിവാഹങ്ങളിലെ കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങൾ എവിടെയാണ് എന്ന് നമ്മൾ ഈ പാരമീറ്ററിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഓ ഇതാണ് അവിടുത്തെ പ്രശ്നം, ഇതാണ് ഇന്നടുത്തെ പ്രശ്നം. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ട് 10-20 വർഷമായി. എൻ്റെ സുഹൃത്തുക്കളിൽ വിശ്വാസത്തിലേക്ക് വന്ന് വിവാഹം കഴിച്ചവരുമുണ്ട്, വിശ്വാസത്തിലേക്ക് വരാതെ വിവാഹം കഴിച്ചവരുമുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളും എനിക്ക് കുറച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ആദ്യം നമ്മൾ ഒരു ചെറിയ 2 ക്ലിപ്സ് കണ്ടതിന് ശേഷം നമുക്ക് സെഷനിലേക്ക് വരാം. എന്നെ കൊണ്ടുപോയി പ്രഗ്നൻ്റ് ആക്കി അബോർഷൻ ചെയ്ത് ഞാൻ വേദന എടുത്ത് കരയുമ്പോൾ ഇയാൾ ചോദിക്കുക ഇതാരുടെയാണെന്ന്. എല്ലാവരും അറിയുന്ന അശ്വതി മയക്കുമരുന്നും ഇതുമാണ്. അശ്വതി ഇതൊന്നും അടിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എൻ്റെ ജീവിതം എല്ലാവരും കാണുന്നുണ്ടാവും. ഇതിൽ മിക്കവർക്കും എന്നെ അറിയാമായിരിക്കും. അവർ തന്നെ ലൈവിൽ വന്ന് പറയും, എത്ര പേര് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി, ഇവരെന്നെ വിടില്ല. എൻ്റെ ജീവിതം ചേട്ടാ മയക്കുമരുന്നും ഇതുമൊക്കെ ആയി. അശ്വതി അങ്ങനെയൊന്നും വന്നതല്ല. ഇതിൻ്റെ ബാക്കി സ്ഥലത്ത് പറയുന്നതനുസരിച്ച് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 24 വയസ്സ്. 16ാം വയസ്സിൽ കൊച്ചിയിൽ, നമ്മുടെ നാട്ടിൽ തന്നെ വന്നതാണ്. വിവാഹത്തെപ്പറ്റി സ്വന്തമായ ആശയങ്ങൾ, ആ ആശയങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിച്ച് 8 വർഷങ്ങളുണ്ട് ഈ അവസ്ഥയിലെത്തി. പോലീസ് സ്റ്റേഷൻ കേസ് ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സീരിയൽ നടിയുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം, അത് അക്കാഡമിയയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഗവൺമെൻറ്റിലായാലും ഇത്തരം ഒരു ബന്ധങ്ങൾ ആണ് മനുഷ്യന് വേണ്ടത്. കുടുംബം എന്ന നിബന്ധന അനാവശ്യമാണ് എന്ന കാര്യം അവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് നടന്ന ചില ആരോപണങ്ങൾ, മന്ത്രിമാർക്കെതിരെയും ഒക്കെ വന്ന ലൈംഗിക ആരോപണങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, മാധ്യമങ്ങൾ ഉൾപ്പെടെ
അല്ലെങ്കിൽ പാർട്ടിയുടെ വക്താക്കൾ ഉൾപ്പെടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ദിസ് ഈസ് കൺസെൻഷ്വൽ, ഇത് പരസ്പര സഹകരണത്തോടെ സമ്മതത്തോടെ നടന്ന ബന്ധങ്ങളാണ്. ഇഫ് ഇറ്റ് ഈസ് കൺസെൻഷ്വൽ പിന്നെ കുഴപ്പമില്ല. അപ്പം ഈ സുപ്രീം കോടതി വിധി കഴിഞ്ഞ നാളുകൾ വന്നതിന് ശേഷം വ്യഭിചാരം എന്നൊരു കാര്യമേ നമ്മുടെ സമൂഹത്തിലില്ല. അപ്പോൾ ഇതേപോലെയുള്ള നിരവധി ചെറുപ്പക്കാർ ഇതിനിരയായിട്ട് തീരുന്നുണ്ട്. അധ്യാപകർ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ തുടങ്ങും, രാഷ്ട്രീയക്കാർ ഓൾറെഡി സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ വളർന്നു വരുന്ന എന്ന് പറയണ്ട, നിങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ സമൂഹം അവതരിപ്പിക്കുന്ന ഒരു മോഡൽ അത് എത്രമാത്രം അപകടകരമാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ പണ്ട് അവര് ചവച്ച് തുപ്പിക്കളഞ്ഞ, എന്നിട്ടും അവർക്ക് അറിയില്ല കേട്ടോ എവിടെയാ പ്രശ്നം പറ്റിയതെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു അരാജകത്വത്തിൽ നിന്ന് അടുത്ത അരാജകത്വമായിരിക്കും ഇച്ചിരൂടെ മെച്ചം എന്ന് കരുതി അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഭീകരമായ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാൽ അറിയാം, നിങ്ങൾ ഒക്കെ വായിക്കുന്നവരല്ലേ. നമ്മൾ എസ്പെഷ്യലി മിഷൻ പ്രയേഴ്സ് ഒക്കെ വായിച്ച് നോക്കിയാൽ നമുക്കറിയാം, യൂറോപ്പിലെ യുവാക്കളുടെ ഇടയിൽ അവർക്ക് ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ല. എന്തുകൊണ്ടാണ് ഏഷ്യൻസും നമുക്കും ഒക്കെ അങ്ങോട്ട് പോകാനായിട്ട് അവിടെ അവസരമുണ്ടായിരിക്കുന്നത്? അവർക്ക് അടുത്ത ഒരു തലമുറയെക്കുറിച്ച് താല്പര്യമേ ഇല്ല, കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് താല്പര്യമേ ഇല്ല. ഡിജിറ്റ്സിന് പുറകിലായിപ്പോയി, ഡെസിമൽസിലേക്ക് പോയി അവരുടെ ഗ്രോത്ത് റേറ്റ്. അതുകൊണ്ട് ഏഷ്യയിൽ നിന്നുള്ള കുടിയേറ്റവും ഒക്കെ വരുന്നു. അപ്പം ലോകം കുടുംബം തകരുന്നതിൻ്റെ പേരിൽ ലോകം അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിൻ്റെ അപകടമെന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് എവിടെയാണെന്ന് പലർക്കും അറിയില്ല. അറിയാവുന്ന ആൾക്കാരാണ് നമ്മെപ്പോലെയുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുടുംബജീവിതം മെച്ചപ്പെടുത്തുക എന്നത് മാത്രമല്ല, വി ഹാവ് എ ലോട്ട് ടു ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി. നമ്മൾ എവിടെ പോയാലും അവിടെ ഈ മൂല്യങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. അപ്പം വി ഹാവ് ടു ടേക്ക് ദിസ് വെരി സീരിയസ്ലി. എന്നോട് പറഞ്ഞിരിക്കുന്നത് പ്രായോഗികമായി ഇനി ഫ്രം ദ പ്രിൻസിപ്പിൾസ് വേർ യു ഹാവ് നൗ, ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാം എന്നതിനെക്കുറിച്ച് പറയണമെന്നാണ്. അപ്പോൾ എനിക്കുള്ളത് പ്ലാനിങ് ആണ്, പ്രാക്ടിക്കൽ പ്ലാനിങ് ഫോർ മാരേജ്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ട ആ പെൺകുട്ടി, ദർ വാസ് നോ പ്ലാൻ എന്ന് പറഞ്ഞാലും ദർ വാസ് എ പ്ലാൻ അല്ലേ. ദർ ഈസ് എ മെത്തേഡ് ഇൻ ദ മാഡ്നസ് എന്ന് പറഞ്ഞതുപോലെ പ്ലാൻ ഇല്ല എന്ന് പറയുന്നതിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ഹെർ ഓൺ പ്ലാൻസ്. അതനുസരിച്ചാണ് ഷീ മെയ്ഡ് ചോയ്സസ് ആൻഡ് എല്ലാം തകർന്നുപോയി. എന്നെ വഞ്ചിച്ചു, എന്നെ യൂസ് ചെയ്തു, ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയി, ഞാനിങ്ങനെയൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്, 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ ദർ ആർ സോ മെനി തിങ്സ് ദേ. ലെറ്റ് us look into a clip. വേറെ ഒരു പ്ലാൻഡ് വെഡിങ്.
നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ വിവാഹവും എന്തൊക്കെ പിഴവ് പറ്റിയെന്നുള്ളതും നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. 7 പിഴവുകളൊക്കെ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, വസ്ത്രത്തിൻ്റെ ചുളുക്കമാണ്. ഇതിനകത്ത് ചെറിയ പഴയ കാരേജ് അല്ലേ, അപ്പം അതിനകത്ത് ഇതെല്ലാം കൂടെ കുത്തിക്കയറ്റാനായിട്ട് പറ്റിയപ്പോൾ ഉണ്ടായ ചുളുക്കമാണ്. അപ്പോൾ ഡിസൈനർ പിന്നെ പറയുന്നുണ്ട്, എനിക്ക് അതറിയില്ലായിരുന്നു ഈ കാരേജിലാണ് അവർ വരുന്നതെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് 10 മിനിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ആ സ്റ്റെപ്പിൽ വെച്ച് ഞാനത് ശരിയാക്കിയേനെ. അപ്പോൾ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി. ബാക്കി നമുക്കറിയാം. പാരീസിലെ ഒരു അണ്ടർവേയിൽ മാരേജ് കൊളാപ്സ്ഡ്. മാരേജ് അതിനു മുമ്പേ തകർന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിവാഹമായിരുന്നു പ്രിൻസസ് ഡയാന ചാൾസ്. ഇപ്പോൾ മാഡം മരിച്ചു കഴിഞ്ഞപ്പോഴും ചർച്ച ഈ വിവാഹമാണ്. ചാൾസിൻ്റെ കൂടെ കാമില വരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദിസ് വാസ് എ പ്ലാൻഡ് വെഡിങ്, മന്ത്സ് ഓഫ് പ്ലാനിങ്. പക്ഷേ അതിൽ പ്രശ്നങ്ങളുണ്ടായി. കുടുംബജീവിതം തകർന്നു പോയത് ഫ്രോക്ക് ചുരുണ്ടത് കൊണ്ടല്ല. കുടുംബജീവിതം തകർന്നു പോയത് പ്രമാണങ്ങളിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഈ അനുസരിക്കാം എന്ന പ്രമാണം പറയാനായിട്ട്, സത്യവാചകം ഏറ്റുചൊല്ലാനായിട്ട് ഡയാന വിസമ്മതിച്ചു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയും. ചാൾസ് വിസമ്മതിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്, കവനന്റ് റിലേഷൻഷിപ്പ്. രണ്ടുപേരും ഇതെല്ലാം കാറ്റി പറത്തിയിട്ട് പിന്നീട് കുടുംബജീവിതം ശരിയാണോ എന്ന് വിചാരിച്ചാൽ എവിടെയാണ്? അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത്, വെൻ യു പ്രാക്ടിക്കലി തിങ്ക് ഓഫ് പ്ലാനിങ് മാരേജ്, സാധാരണ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, എവിടുന്നാ ഡ്രസ്സ് എടുക്കണ്ടേ? അപ്പോൾ ഇന്നടത്ത് ഇന്ന ഡ്രസ്സ്, അപ്പോൾ ഏതാ ഇടേണ്ടത്? ബോ ടൈ ഉള്ളത് വേണോ, അല്ലാത്ത ടൈ ഉള്ളത് വേണോ? അപ്പം നമ്മൾ ഇങ്ങനെ ഇതിനെ ആ പിക്ചറസ്ക് ആക്കി, ഇതിനെ അങ്ങനെ ഒരു ഇവൻ്റായി ചുരുക്കിക്കളയുക. മാരേജ് ഈസ് നോട്ട് എൻ ഇവന്റ്, വെഡിങ് ഇസ് പാർട്ട് ഓഫ് മാരേജ്. അതിൽ ഈ വെഡിങ്ങിൽ നമ്മൾ ഡിസ്കഷൻ മുഴുവൻ നടക്കുന്നത് കേറ്ററിംഗ് ആർക്ക് കൊടുക്കണം, മെനു എന്തൊക്കെ വേണം, ഇന്നടത്ത് ചെന്നപ്പോൾ ഇന്ന ആളുടെ വീട്ടിൽ അവിടെ വെച്ചത് ഇന്ന അത് നല്ലതാണ്, അല്ലെങ്കിൽ ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കണം. നമ്മുടെ എനിക്ക് പരിചയമുള്ള ഒരാൾ, പുള്ളിക്ക് പൈസ അധികമൊന്നും ഇല്ലായിരുന്നു, വാടകയ്ക്ക് കാറ് കൊണ്ടുവന്നു. കാരണം ഈ 2 പേർക്കും ഒരേപോലെ കാറ് വേണ്ടേ പോകാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയായി വാടക? ഒരെണ്ണത്തിന് 25,000 രൂപ. പിന്നെ ഡ്രൈവറുടെ കാശും പെട്രോളും വേറെ. ഇതെല്ലാം ഭയങ്കര പ്ലാനിങ്ങാണ്. എന്നാൽ കുടുംബജീവിതത്തിൽ മനുഷ്യൻ വിജയിക്കുന്നത് ഇതിൻ്റെ ഒന്നും പേരിലല്ല. ഏതിൻ്റെ പേരിൽ വിജയിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പ്ലാനിങ് ഇല്ല. അതാണ് ഈ തലമുറയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ വിഷയങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞു വന്നത്, പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഈ പ്രാക്ടിക്കൽ പ്ലാനിങ് ഈസ് സ്ക്രിപ്ചറൽ പ്ലാനിങ്. അപ്പോൾ അത് മറക്കരുത്. ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേറ്ററിംഗ് ഭക്ഷണമാണ് കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവരോട് ചോദിച്ചാൽ കഥ പറയും, അവരുടെ കല്യാണത്തിൻ്റെ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല, നിങ്ങൾ പേഴ്സണലി പിന്നെ ചോദിച്ചാണ്. അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവരുടെ അപ്പച്ചൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അത് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യാം. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ടു മാരേജ് എന്ന് പറയുന്നത് 4 മേഖലകളിൽ മാത്രമായിട്ട് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ഇതാ, ബിഫോർ യു പ്ലാൻ, സീരിയസ് ആയ പ്ലാനിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതൊന്ന്. 2, നിങ്ങൾ സീരിയസ് ആയ പ്ലാനിങ് തുടങ്ങിയെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ലുക്ക് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കേണ്ടതുണ്ട്, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് സീരിയസ് ആയ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ. 3, സീരിയസ് ആയി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഉള്ളിലേക്ക് നോക്കും പോലെ തന്നെ പുറത്തേക്കും നോക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് പറയാം. ആൻഡ് ഫൈനലി, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളിവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുക, വി ആർ ടേക്കിംഗ് മാരേജ് സീരിയസ്ലി. അങ്ങനെയാണ് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു ഡെവലപ്പ് സർട്ടൻ. ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൽ പ്രമാണങ്ങൾ പലതും ആവർത്തനം ഉണ്ടാകും, എങ്കിലും നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ അനുഭവത്തിൽ നിന്ന് ചില സംഭവങ്ങളും ചേർത്ത് സമയത്തിനുള്ളിൽ
നിർത്താം എന്നാണ് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്, ബിഫോർ യു പ്ലാൻ നോ, എന്തൊക്കെയാണ് അറിയേണ്ടത്? 3 കാര്യങ്ങൾ പറയാം. ദ നോൺ നെഗോഷ്യബിൾസ്, വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് ബാക്കി മുഴുവൻ ശരിയായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഒരു ഇച്ചിരി പ്രശ്നം പറ്റി, പക്ഷെ സൂപ്പർ സ്ട്രക്ചർ ഞങ്ങൾ സൂപ്പറായിട്ടാണ് പണിതിരിക്കുന്നത്, ഏറ്റവും നല്ല ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് പണിതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ദർ ആർ നോൺ നെഗോഷ്യബിൾസ്. ചിലതൊക്കെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് പറഞ്ഞു പോയതാണ്. ഒന്നാമത്തേത് ഇതാണ്, മാരി ഓൺലി എ ക്രിസ്ത്യൻ. അതിനി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിലർക്കൊക്കെ തോന്നാറുണ്ട്, എങ്കിലും ഒരു അവിശ്വാസിയെ കല്യാണം കഴിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അതൊരു വലിയ സർവീസ് അല്ലേ? അങ്ങനെ ആത്മാർത്ഥമായി ചിന്തിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഈ അടിസ്ഥാന പ്രമാണം വിട്ടുകളഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്നതിനെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിച്ച് പരാജയപ്പെടുന്ന ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക്, കുടുംബത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടുള്ളവർക്ക് അത്രയും പ്രശ്നമില്ല, എങ്കിലും ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വരും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ വന്നത്. എൻ്റെ കൂടെ വിശ്വാസത്തിലേക്ക് വന്നതിൽ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പല ചെറുപ്പക്കാരുണ്ടായി. ഞാനിതിൽ കുറച്ച് പേരുടെ പേര് പറയും, എല്ലാം ഫേക്ക് പേരാണ്, ബാക്കി മുഴുവൻ ശരിയാണ്. സ്ഥലങ്ങളും പേരുകളും വേറെയാണ്, ബാക്കി മുഴുവൻ സത്യം. അനിൽ, ഞങ്ങൾ ഒരേ കാലത്ത് അങ്ങനെ കോളേജിൽ പഠിക്കുകയും കർത്താവിനെ അറിയുകയും മീറ്റിങ്ങുകൾക്ക് പോവുകയും ഒക്കെ ചെയ്തു. അനിലിന് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അമ്മ ഓൾറെഡി ദുഃഖത്തിലാണ്. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ മേൽ ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരരുതല്ലോ എന്ന് കരുതി അനിൽ ഇത് പറയുന്നത് ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഈ ക്യാമ്പുകൾക്കുമൊക്കെ പോയി, എനിക്ക് ഈ ഐഡിയ ഉണ്ട്. അപ്പോൾ ഇവർ ചർച്ചിലൊന്നും ആയിട്ടില്ല പിള്ളേർ. അപ്പോൾ ഞാൻ അനിലിനോട് പറഞ്ഞു, അനിൽ ഇത് സീരിയസ് ആണ്, കാരണം അനിൽ ഇന്നല്ലേ നാളെ അമ്മയുടെ അടുത്ത് ഇത് പറയണം, പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുക? പറയാം, അമ്മയെ ഇപ്പോൾ ഇച്ചിരി മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പലതും പറഞ്ഞ് നീങ്ങിപ്പോയി. ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു, ഞങ്ങൾ 2 വഴിക്ക് പോയി. പിന്നീട് ചില നാളുകൾ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. ഒരു തവണ ഒരു ചർച്ചിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോയി, 1-2 തവണ അദ്ദേഹം വന്നു. പക്ഷേ പിന്നീട് ജോലിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ വരാൻ പറ്റി. അവസാനം ഞങ്ങൾ പിന്നീട് കാണുന്നത് അനിലിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലേ ആദ്യം ചോദിക്കാറുണ്ടായിരുന്ന ആരെ കല്യാണം കഴിച്ചു? തലയൊക്കെ താങ്ങും മുറപ്പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് അവരുടെ എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ മോളെ. ഞാൻ ചോദിച്ചു, അങ്ങനെയല്ലേ? അവളോട് പറഞ്ഞോ? ഇനി ഏറ്റവും കുറഞ്ഞത് കല്യാണത്തിന് മുമ്പ് അവളോട് പറഞ്ഞോ ഞാൻ ഇങ്ങനെയൊരു വിശ്വാസത്തിലാണ്? പറയാൻ ഇതുവരെ പറ്റിയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അത്ര അങ്ങനെ ഒരു കഠിനമായ വാക്കുകളൊക്കെ പറയാനായിട്ട് മടിയുള്ളയാളാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പിന്നെയും കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പം എവിടെ? അപ്പം വേറൊരു സ്ഥലത്തേക്ക് മാറി. സ്ഥലം പറയാമല്ലോ, ശരിയാ, കൊല്ലത്തേക്ക് ജോലി സംബന്ധമായിട്ട് മാറി. അപ്പോൾ ഭാര്യയുടെ വീടും അവിടെ. അപ്പോൾ ചോദിച്ചു, ഇപ്പം എങ്ങനെയാ? ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അനിൽ മീറ്റിങ്ങുകൾക്കൊക്കെ പോകാറുണ്ടോ? ഇല്ല, പോകാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അതും നടത്തില്ല. അപ്പോൾ അനിലിൻ്റെ അവൾ എങ്ങനെയാ? അമ്പലത്തിലൊക്കെ പോണയാളാണോ? അവൾ അമ്പലത്തിൽ പോകും. അപ്പോഴോ അനിൽ എന്നെ പറയും, ഞാനങ്ങനെ പോവുകയൊന്നുമില്ല. പിന്നെ ചിലപ്പം എനിക്ക് അവളെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പുറത്ത് തന്നെ നിൽക്കും, അവൾ വരുമ്പം കൂട്ടിക്കൊണ്ട് പോകും. ചേട്ടന് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടോ? മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷൻ. ഈ മക്കളെ എന്നെ പഠിപ്പിക്കണം, അമ്പലത്തിൽ കൊണ്ടുപോകണോ? അപ്പം ഞാൻ ഈ കഥയെ അങ്ങ് നീട്ടുന്നില്ല. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് കുറ്റബോധമാണ്. ഈ അടിസ്ഥാന പ്രമാണം തെറ്റിച്ച് കളഞ്ഞിട്ട് പിന്നെ കുറ്റബോധം വന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ തുടങ്ങണമെങ്കിൽ ഈ പെൺകുട്ടിയോട് ഇത് പറയണം. പറഞ്ഞ് ഒരുപക്ഷെ അതൊരു സംഘർഷത്തിലേക്ക് പോവാം. ഇതൊന്നും ഇല്ലാതെ ആദ്യമേ ചെയ്യാമായിരുന്നു. അപ്പോൾ ആദ്യം ഈ ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇഫ് ഐ മാരി ഓൺലി എ ക്രിസ്ത്യൻ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അടിസ്ഥാനമായിട്ട് കിടന്നാൽ നമ്മൾ കൂടെ പഠിക്കുകയോ കൂടെ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരോട് ഇച്ചിരി ഇഷ്ടമൊക്കെ ചിലപ്പോൾ തോന്നും. കൊള്ളാമല്ലോ പയ്യൻ, ചേട്ടന് മീശ കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായി. അല്ലെ കൊച്ചിൻ്റെ സംസാരം എന്നാണോ കേട്ടോ, മണി പോലെ സംസാരിക്കുന്നത്. നമുക്ക് ഹൃദയത്തിൽ ഇതൊക്കെ തരളമാകും. പക്ഷേ ഈ ഒരു പ്രമാണം കിടപ്പുണ്ടെങ്കിൽ
എനിക്ക് ഒത്തിരി പേരോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുവരണമെന്ന് ആ സഹോദരൻ പറഞ്ഞായിരുന്നു. പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളെല്ലാം പറയുന്നത് എനിക്കറിയില്ല, വയ്യാഞ്ഞുകൊണ്ട് വന്നില്ല. അപ്പോൾ എനിക്ക് ഓരോ കോഴ്സിലും തോന്നുന്നു, എടാ ഈ പെൺകുച്ചു കൊള്ളാമല്ലോ എന്ന്. അത് ആ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത കോഴ്സിലേക്ക് ചെല്ലുമ്പം അത് പോകും, അത് എൻ്റെ വഴിക്കും. പക്ഷേ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഈ പ്രമാണം അടി കിടന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്കുള്ള ഇഷ്ടം. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതന് ഇതേപോലെ വിശ്വാസിയായ ഒരു പെങ്കുച്ചിനോട് സ്നേഹം തോന്നി. അവൻ രണ്ടും കൽപ്പിച്ച് വേറെ ആരോടും പറയാതെ ഒരു ദിവസം പോയി അവളോട് അങ്ങ് എന്താ പറയുന്നത് ഒരു സായിപ്പ് സ്റ്റൈലിൽ അങ്ങ് ഡിക്ലെയർ ചെയ്തു. പിന്നെ പറയണോ, ഞങ്ങളുടെ ഗ്രൂപ്പും ആകെപ്പാടെ പിന്നെ അവൾക്ക് അവിടെ ഗ്രൂപ്പിൽ വരാൻ മടിയായി, ഇവന് വരാൻ മടിയായി, ആകെ പ്രശ്നമായി. അപ്പോൾ മറ്റൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാ, എടാ നമുക്ക് പലരോടും ആഗ്രഹം തോന്നും, പക്ഷെ നമ്മൾ അവരോട് പറയല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായവരോട് തന്നെയാണ്. അപ്പോൾ ഈ പ്രമാണം ഉണ്ടാകണം. ഇതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ മറ്റു പ്രമാണങ്ങളും ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി ഇത് തെറ്റിപ്പോയിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ സ്നേഹിതൻ അനിലിനെ കണ്ട് ഒത്തിരി വർഷങ്ങളായി. അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തീർച്ചയായും എവിടെയെങ്കിലും അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കാൻ ഇനി ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാവും. അമ്മയ്ക്ക് വഹിക്കാൻ കഴിയാതിരുന്നത് മക്കള്, ഭാര്യ. അപ്പം ഭാര്യ അമ്മയും കൂടെ ഇനി സഹിക്കണം. മക്കളുണ്ടായി കഴിഞ്ഞാൽ അമ്മയും ഭാര്യയും മക്കളും എല്ലാം ഇത് സഹിച്ചേ തീരുള്ളൂ. അത് ഒരിക്കലും ഈ പ്രോബ്ലം സോൾവ് ആകുന്നില്ല മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കി പോവുകയേ പറ്റുകയുള്ളൂ. ഇനി ഇങ്ങനെ ഒരു ക്രിസ്ത്യനെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ പ്രായോഗികമായിട്ട് എന്താ ചെയ്യേണ്ടത്? പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് ഒന്നാമത് ഗെറ്റ് ഇൻവോൾവ് ഇൻ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ്. ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറ്? നമുക്ക് മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ഞായറാഴ്ച നമ്മുടേതായ പള്ളി പരിപാടിയുണ്ട്. ഈ ഞായറാഴ്ച പള്ളി പരിപാടി മാത്രമല്ലല്ലോ, ദൈവത്തിൻ്റെ പദ്ധതി, ക്രിസ്ത്യൻ പ്രോഗ്രാം ഈ ലോകത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഒരു പക്ഷേ നമ്മൾ ആ ക്ലാസ്സിൽ വെച്ച് പഠിച്ചപ്പം ആ കുട്ടിയോട് ഇഷ്ടം തോന്നിയതുപോലെ പലരെയും നമ്മൾ കാണാനായിട്ട് ഇടയാകും. നമ്മളെ പലർക്കും മനസ്സിലാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴേ ഒരു മച്യൂറായ സഹായത്തോടെയുള്ള പ്രപ്പോസൽസോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വെൻ യു ഡിസൈഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ഓൺലി ടു എ ക്രിസ്ത്യൻ, അങ്ങനെയാണെങ്കിൽ അടുത്ത പടി ഗെറ്റ് ഇൻവോൾവ് ഇൻ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാകും. മറ്റൊന്ന് കാര്യം ഇതോടനുബന്ധിച്ച് ഓർക്കേണ്ടത്, ലിവ് എ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകക്കാരെ പോലെ ആണെങ്കിൽ, മുമ്പേ സണ്ണി സഹോദരൻ ഓർപ്പിച്ചതുപോലെ ചിലർ കണ്ടിട്ട് ചോദിക്കും, അയ്യോ അവൻ വിശ്വാസിയാണോ? ഞാൻ രക്ഷിക്കപ്പെട്ട് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ട് ആദ്യം അങ്ങനെ ഉത്സാഹത്തിൽ ക്ലാസ്സിലേക്ക് ചെല്ലുക. അപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ട് ജനത്തിനോട് മുഴുവൻ ഇത് പറഞ്ഞ് എല്ലാവരെയും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ ക്ലാസ് മുഴുവൻ രക്ഷിക്കപ്പെടും എന്നൊക്കെ കണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ആദ്യം ഇൻ്റർവെല്ലിന് എല്ലാവരും പുറത്ത് പോകുന്നു. എല്ലാവരും പുറത്ത് പോകുമ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പം സീറ്റ് വലിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിർത്തി. ഓ അത് ശരി, നിർത്തി. എന്നെ പറ്റി നല്ലതല്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ 1-2 ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പ്രശ്നം ഇയാൾക്ക് പറ്റിയല്ലോ എന്ന് കരുതി ചിലരൊക്കെ ചോദിച്ചു. അപ്പം നമ്മളോടും പറഞ്ഞിരിക്കുന്ന അവസരം ഉപയോഗിക്കണമെന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ ധൈര്യം ഉപയോഗിച്ച് അങ്ങ് ഡിക്ലെയർ ചെയ്തു, ഞാൻ യേശു ക്രിസ്തു അച്ഛനാകുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിപാടി തുടങ്ങി. അപ്പം അത് കേട്ട് നിന്ന് ഒരു പയ്യൻ ഉടനെ എന്നെ പിടിച്ചു. നീ വന്നു. ഞങ്ങൾ 2 വർഷം ഒരുമിച്ച് പഠിച്ചതാണ്. എന്നെ വിളിച്ചുകൊണ്ട് പോയി പുറത്ത്, കോമ്പൗണ്ടിൻ്റെ പുറത്ത്, നീ എങ്ങനെയാ ഈ വിശ്വാസി വന്നു? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സുവിശേഷമൊക്കെ കേട്ടു, വാ നമുക്ക് ഒരാളെ കാണണം. അന്നേരം തന്നെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് അന്നേരം തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് ക്യാമ്പസ് ക്രൂസൈഡിൽ ജോലി ചെയ്തിരുന്ന സാംസൺ കോട്ടൂറിനെ പരിചയപ്പെട്ടു. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ പരിചയമില്ല, നമുക്ക് ആകപ്പാടെ പണ്ടുണ്ടായിരുന്ന പള്ളിക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഗ്രാജുവലി ആണ് ഈ ദ ക്രിസ്ത്യൻ വേൾഡ് ഈസ് ബീയിങ് എക്സ്പോസ്ഡ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പയ്യൻ എൻ്റെ കൂടെ 2 വർഷം ജീവിച്ചിട്ട് ഇവൻ ഇങ്ങനത്തെ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പുള്ളി പറയുന്ന ജോക്കുകളൊക്കെ കേട്ടാൽ എന്നാ പറയണേ, ധാരാളം ജോക്സ് ആയിരുന്നു. അപ്പോൾ വി ഡോണ്ട് ലിവ് എ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ,
ഹൗ ഡു പീപ്പിൾ ഐഡൻറ്റിഫൈ യു? നമ്മളെ എങ്ങനെ മനസ്സിലാക്കുക? നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഹൗ ഡു യു ഗെറ്റ് എ ക്രിസ്ത്യൻ? നിങ്ങൾക്ക് ഒരു കോമ്പിറ്റൻ്റ് ആയ ക്രിസ്ത്യനെ കിട്ടണമെങ്കിൽ യു ഷുഡ് ബി എ കോമ്പിറ്റൻ്റ് ക്രിസ്ത്യൻ. ഓക്കെ, സോ അതാണ് നോൺ നെഗോഷ്യബിൾ വൺ. അടുത്തത് സണ്ണി സഹോദരൻ മുമ്പേ പറഞ്ഞു, ഞാൻ അതിനി പറഞ്ഞ് നിങ്ങളുടെ സമയം ആവർത്തിക്കുന്നില്ല, എടുക്കുന്നില്ല. അതായത് വിവാഹം എന്ന് പറയുന്നത് അതിൽ ശാരീരിക ബന്ധമുണ്ട്, അതിൻ്റെ സൗന്ദര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടി മാത്രമാകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഇപ്പം മീഡിയ മുഴുവൻ ഇതാ പറയുന്നത്. അപ്പോൾ പറ്റിയല്ലെന്ന് തോന്നി ഞങ്ങൾ പോയി. ഈ അടുത്ത ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒത്തിരി വരുന്ന ഒരു പെൺകുട്ടി, ഇസ്ലാം പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി പച്ചയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു. ഞാനോട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു. ഞാൻ ആദ്യം ഒരുത്തനെ കിട്ടിയായിരുന്നു, ഇപ്പം അവനെ കിട്ടു. കാരണം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. രണ്ടാമത് ഞാൻ ഒരാളെ കിട്ടി, ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ സമൂഹം ഇറ്റ് ഈസ് പണ്ട് ഇദ്ദേഹം ഈ റോമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫ്രാൻസിസ് ഷെയ്ഫർ, ഫാലോസെൻട്രിക് കൾച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലൈംഗികതയെ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്ന ഒരു സംസ്കാരമാണ്. അപ്പോൾ ആ സംസ്കാരത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നതിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലസ്റ്റ്. ലവ് എന്താണെന്ന് സണ്ണി സഹോദരൻ പറഞ്ഞു. അപ്പം ഞാനത് സ്കിപ്പ് ചെയ്യാണ്. തേർഡ് പോയിന്റ്, മാരി ഫോർ ലൈഫ്, നോട്ട് ഫോർ എ നൈറ്റ്. ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെരി വെരി കോമൺ, വെരി കോമൺ. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ നമുക്ക് ഒരു കാലം നമ്മളിങ്ങനെ ജീവിക്കുന്നു, അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്നെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒത്തിരി സ്വാധീനിച്ച ഒരു ചെറുകഥ മലയാളത്തിൽ ഉണ്ടായിരുന്നതിനകത്ത് പിന്നീട് വാർദ്ധക്യത്തിലെത്തിയ നായകൻ തൻ്റെ ബാല്യകാലത്തിലെ അല്ല തൻ്റെ യൗവനത്തിലെ ഭാര്യയെക്കുറിച്ച് പറയുന്നതാണ്. അവളെ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം, അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ഈ ഉദ്യാനത്തിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ അവൾ കാണിച്ച ധൈര്യം. പിന്നീട് ചില കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രണയം എന്താ പറയുക, ഉറഞ്ഞ് കട്ടിയായി പോയി എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോകാൻ അവൾ കാണിച്ച ധൈര്യം, അതാണ് എനിക്ക് അവളിൽ ഇഷ്ടമായതെന്ന് വാർദ്ധക്യത്തിൽ നിന്ന് പറയുക. അത് കുറച്ചു കാലം പഴക്കമുള്ള ചെറുകഥയാണ്. അപ്പോൾ ഈ ഒരു കൾച്ചർ ഇന്ന് വളരെ പ്രബലൻ്റാണ്, വളരെ പ്രബലൻ്റാണ്. ഇനിയും വെർജിൻ ആകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ടേംസ് ഒക്കെ ഉണ്ട്. ബോൺ അഗൈൻ വെർജിൻസ് എന്നും പറഞ്ഞ് ദേ ഹാവ് ടേൺ. അതിന് ക്രിസ്ത്യൻ കോണോട്ടേഷൻ ഒന്നുമില്ല. കുറച്ചു കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പിന്നെ കുറേ നാളും അബ്സ്റ്റിനൻസ്, മാറി നിൽക്കുക, ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുക. എന്തിനാണ്? പ്രിപ്പയറിങ് ഫോർ മാരേജ്. അപ്പോൾ യു ബിക്കം എ ബോൺ അഗൈൻ വെർജിൻ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ when you hold a view, I'll marry only a Christian, this is non-negotiable. ജീവിതത്തിൽ പലരും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇത് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ, ഇത് രണ്ടും നമുക്ക് വേർതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേർതിരിക്കാൻ പറ്റുമല്ലോ. ജീവിതത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യൻ ലൈഫിലേക്ക് പ്രാക്ടിക്കലി നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ യു ആർ സ്റ്റിൽ ഇൻ റൊമാൻസ്. ഓക്കെ, അപ്പോൾ അത് യു നീഡ് ടു നോ. ദീസ് ആർ ദ നോൺ നെഗോഷ്യബിൾസ് എന്നത് അറിയണം ബിഫോർ യു പ്ലാൻ. ഇത് മനസ്സിൽ വെച്ചോണ്ടേ പ്ലാനിങ്ങിലേക്ക് പോകാവൂ. ദെർഫോർ എൻ്റെ പ്ലാനിങ്ങിൽ, എൻ്റെ സ്വപ്നങ്ങളിൽ വരുന്ന ആള് ക്രിസ്ത്യനായിരിക്കും. എൻ്റെ സ്വപ്നങ്ങളിൽ വരുന്ന ആള് ഞാൻ സ്നേഹിക്കുന്ന ആളായിരിക്കും. പിന്നെ മൂന്നാമത്, അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അടുത്ത ഇടയ്ക്ക് ഒരു വൃദ്ധനായ പിതാവ്, വിശ്വാസിയായ പിതാവ് വളരെ ദുഃഖത്തോടെ പറഞ്ഞു, എൻ്റെ ബ്രീസേ എന്നാ ചെയ്യാനാ നമുക്ക്. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത്, ഇച്ചിരി ജോലി ചെയ്യുന്ന കാലത്താണ്, മക്കളൊക്കെ ഉണ്ടായി, മക്കൾക്ക് വിവാഹ പ്രായമൊക്കെ എത്തിയ സമയത്താണ്. അപ്പോൾ അന്ന് നമുക്ക് ഇത്രയൊക്കെയല്ലേ അറിയത്തുള്ളായിരുന്നോ. നമ്മൾ നോക്കിയപ്പം ഒരു വിശ്വാസിയായ സഭയിലാണ് പോകുന്നതെന്നും പറഞ്ഞാൽ നമ്മൾ കെട്ടിച്ചു വിട്ടത്. ഇപ്പോൾ 24 വയസ്സായി മൂത്ത മോൾക്ക്. 24 വയസ്സായി കഴിഞ്ഞപ്പം
ചെറുക്കൻ പറയുക, അപ്പൻ എന്ന് പറഞ്ഞാൽ ഈ അപ്പനോട് വന്നിട്ട് പറയുക, നിങ്ങളുടെ മകളെ എനിക്ക് വേണ്ട. അപ്പോൾ നിങ്ങളവർക്ക് ഇത് അവിശ്വാസിയാണെന്ന്. ഈ പറഞ്ഞ ആളുടെ അപ്പൻ ഒരു സഭയിലെ ലീഡറാണ്. അത് അവരെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പമല്ല എന്നുള്ള രീതിയിലാണ് പറയും, എനിക്ക് ഇവിടെ വേണ്ട, 2 പിള്ളേരുമായി. അപ്പം ഇതൊന്നും ദൈവം നമ്മളെ അനുവദിക്കുന്നതുമല്ല, ശാപം നമുക്ക് വരുത്തി വയ്ക്കുന്നതുമാണ്. ആ കുടുംബം ഇപ്പം തന്നെ ഇറ്റ് ഈസ് ഇൻ ടാറ്റേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനോഭാവവുമായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യന് ആ സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനോ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ എന്തെങ്കിലും കാണിക്കുവാനോ അയാൾക്ക് കഴിയുന്നില്ല. പിള്ളേരില്ലാത്തപ്പോൾ ഇടിക്കും, അവൻ പേടിച്ചാണ്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു മുറിക്കകത്ത് കയറി ഉറങ്ങുന്നത് പൂട്ടിയിട്ടാണ് ഉറങ്ങുന്നത്. രാത്രി ഉപദ്രവിച്ചാലോ എന്ന് പേടി. ഭക്ഷണം കഴിക്കുമ്പം ഭയമാണ്, ഇതിനകത്ത് വല്ലതും ഇട്ടിട്ടുണ്ടോ എന്നുള്ള പേടി. ഈ പെൺകുട്ടിയോട് നിന്റെ ജീവനെങ്കിലും രക്ഷിക്കണമെന്ന നിലയ്ക്ക് ഒത്തിരി പേര് ഈ ഉപദേശമൊക്കെ കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞതില്ല, ഞാൻ കല്യാണം കഴിച്ചതല്ലേ, ഞാൻ നിൽക്കുക, എൻ്റെ മക്കളെ ഓർത്ത് നിൽക്കുക, മക്കളുടെ കല്യാണമൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ബൈ ബീയിങ് എ ക്രിസ്ത്യൻ, നിങ്ങൾ ഒരു ക്രിസ്ത്യൻ ലേബൽ കണ്ടുകൊണ്ട് ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോൾ മാരി ഒള്ളി എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം, നമ്മളതിലേക്ക് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഈ ഫൗണ്ടേഷൻസ്, മറ്റു പല ഫൗണ്ടേഷൻസ് ഇത് മുമ്പ് പറഞ്ഞു ഉണ്ടെങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്തത് അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത് വെൻ യു പ്ലാൻ ലുക്ക് ഇൻ, ഇത് പൊതുപ്രമാണമാണ്. ഒന്നാമത്തേത് ഈ പറയുന്നത് പേഴ്സണലാണ്, നാം നമ്മോട് തന്നെ ചോദിക്കണം. അതായത് ഇത് യഥാർത്ഥത്തിൽ ആം ഐ മെച്യൂർ ഫോർ മാരേജ് എന്ന ഈ ക്വസ്റ്റ്യൻ. വെൻ ഐ ലുക്ക് ഇൻ ടു മൈ സെൽഫ്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടത് ഇതാ. പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ കല്യാണം കഴിക്കുന്നത് അല്ലേ, അമ്മ മരിച്ചുപോയി, അല്ലെ അമ്മയ്ക്ക് വയ്യ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതല്ല, നമുക്ക് ഏകാന്തതയും എനിക്കൊരു സഖി വേണമെന്നുള്ള തോന്നലും ഒക്കെയുള്ള ഒരു ഇതുണ്ട്. അതിൽ വി നീഡ് ടു ബി വെരി റിയലിസ്റ്റിക് ആൻഡ് നോട്ട് റൊമാൻറ്റിക്. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫ്രെയിം എന്താ? അത് ഈ ചാൾസിൻ്റെ ഉണ്ടാകാനിടയും പോലെ അത്രയൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരു വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ വന്നിരിക്കുന്നു, കുറച്ച് ഫ്ലവർ ഗേൾസ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വളരെ ഇത്രയും നീളമുള്ള ട്രെയിൽ അല്ലെങ്കിലും ഇച്ചിരി ഉള്ളത്. അപ്പോൾ അങ്ങനെ മെറ്റിക്കുലസ് ആയിട്ടെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നു. മ്യൂസിക്, അത് കഴിഞ്ഞ് ഇത് എറിയുകയോ ചാടുവോ എന്തെങ്കിലുമൊക്കെ, ഫോട്ടോ സെഷൻസ്. ഇതാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? അങ്ങനെയാണെങ്കിൽ യു ആർ എ റൊമാൻറ്റിക് പേഴ്സൺ. റൊമാൻറ്റിസിസം ഈസ് നോട്ട് ബാഡ്, പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് ബി ദ ഫൗണ്ടേഷൻ. നമുക്ക് ദർ ഈസ് സ്കോപ്പ് ഫോർ റൊമാൻറ്റിസിസം. റൊമാൻറ്റിക് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവണം. അപ്പോൾ പക്ഷേ അതായിരിക്കരുത്. വി നീഡ് ടു ബി റിയലിസ്റ്റിക്. അപ്പോൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇറ്റ് ഈസ് നോട്ട് ഡാഷ് ആൻഡ് റോസസ്. മാരേജ് ഈസ് നോട്ട് ഡാഷ് എന്തോ ഒരു സാധനം ഞാൻ മറന്നു, റോസസ്, ബട്ട് ഇറ്റ് ഈസ് ഡിഷസ് ആൻഡ് നാപ്പീസ് ഓൾസോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ യു ആർ നോട്ട് എ റിയലിസ്റ്റിക്, മെച്യൂർ. ഡിഷസ് ആൻഡ് നാപ്പീസ് എന്ന് പറഞ്ഞാൽ സണ്ണി സഹോദരൻ പറഞ്ഞ പോലെ അടുക്കളയിലെ പാത്രങ്ങളും പിള്ളേരുടെ അപ്പിത്തുണിയും ഒക്കെ ഉൾപ്പെടെ വിവാഹത്തെ കാണാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ യു ആർ സ്റ്റിൽ റൊമാൻറ്റിക്. അങ്ങനെ ചെന്ന് കയറി കഴിയുമ്പോൾ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ വലിയൊരു ആഘാതമായിരിക്കും. അയ്യോ, ഇതാണോ കല്യാണം? അപ്പം അങ്ങനെ ഉണ്ടാകരുത്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ കാര്യം പറയാം. ഈ ഓരോ കാലഘട്ടത്തിൻ്റെ ചിന്താഗതിയാണ്. ഇപ്പം വയസ്സായി എനിക്കിങ്ങനെയൊക്കെ പറയാം എന്ന് നിങ്ങൾ തോന്നും. ഈ പ്രായത്തിൽ ചിന്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റിന് വേറൊരു കോളേജിലെ പെൺകുട്ടിയോട് പ്രണയം. യഥാർത്ഥത്തിൽ അവളാണ് ഇങ്ങോട്ട് പ്രണയാഭ്യർത്ഥനയൊക്കെ നടത്തിയത്. അപ്പം ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ ലൈനൊന്നും ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിനിടയ്ക്ക് ഒരുത്തനോട് ഇങ്ങനെ വന്ന് ഒരു പെങ്കൊച്ചു പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും പറയണം. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും അവൾ അങ്ങനെ പറഞ്ഞു, ഇവളിങ്ങനെ പറഞ്ഞു.
എൻ്റെ ഈ ഉടുപ്പ് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോയിട്ട് ഒരു ദിവസം പറഞ്ഞു, അളിയ ഇന്ന് അവൾ എന്നോട് എന്നാ പറഞ്ഞതെന്നറിയാം. എന്നോടാ പറഞ്ഞു, അവൾ പറഞ്ഞു, നീ പേര് ഞാൻ മാറ്റാം, ജോൺ യു ഷുഡ് സ്ലാപ്പ് മീ വൺസ്. എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഞാനും ചോദിച്ചു, അതിന് നീ അങ്ങനെ പറയണത്? നീ എന്നെ ഒരു ദിവസം അടിച്ചാൽ എനിക്ക് നിന്നെ പേടിയുണ്ടാവും. ഇതാ നിനക്ക് പറ്റിയ പെണ്ണ്. നിന്നെ പേടിക്കാനായിട്ടൊരു പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ തന്നെ വേണം. ഞങ്ങൾ വിശ്വാസികളല്ല കേട്ടോ ആ സമയത്ത്. അളിയ യു ഗോ അഹെഡ്. വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. they were not good match. രണ്ടും തമ്മിൽ ചേരില്ലായിരുന്നു. ബട്ട് ഷീ ഹാഡ് അവൾക്ക് അവളുടേതായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പിന്നാലെ കൂടി കല്യാണം നടന്നു. പിന്നെ ഞങ്ങൾ ഡിഗ്രി അവസാന വർഷം ആകുമ്പോൾ തന്നെ ഒരുത്തൻ്റെ കല്യാണം കഴിച്ചു. പിന്നെ അവർ വഴിക്ക് പോയി, ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. ഫോണൊന്നും ഇല്ലല്ലോ, അപ്പോൾ എഴുതുന്ന പരിപാടിയില്ല. പിന്നെ വല്ല കൂട്ടുകാരൊക്കെ പറഞ്ഞു കേൾക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് 2 പിള്ളേരുണ്ടായി. 2 പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം കേൾക്കുന്നു സെപ്പറേറ്റ്. അപ്പോൾ അതിനെ കാരണം അവൻ കള്ളു കുടിക്കും. അത് പണ്ടേ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ റൊമാൻസ് ഉണ്ടല്ലോ, എന്നെ ഒന്ന് അടിക്കുക എന്നാലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റൊമാൻസൊക്കെ അതിൻ്റെ വഴിക്ക് പോയി. പിള്ളേരും ഒക്കെ വളർന്നു. അത് കഴിഞ്ഞ് ഇറ്റ് ഈസ് എ ടെറിബിൾ സ്റ്റോറി. പിന്നെ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് പോയി അവൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു പല പ്രശ്നങ്ങൾ, ബിസിനസ് തകർന്നു. ചോദിച്ചു എന്നെ പറ്റി. അന്നേരം ഞാൻ വിശ്വാസിയാണ്. അപ്പം ഞാൻ പറഞ്ഞടാ, നിനക്ക് നിൻ്റെ പിള്ളേരെ കുറിച്ചൊന്നും വിഷമമില്ല? ഉണ്ടടാ, എനിക്കവരെ കാണണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നീ കാണാനൊന്നും പോയില്ലേ? ആഴ്ചയിൽ ഒരു ദിവസം പോയി കാണും. അടുത്ത കല്യാണം കഴിഞ്ഞു. അതിലും പിള്ളേരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 48ാമത്തെ വയസ്സിൽ ആൾ മരിച്ചും പോയി. ഈ പിള്ളേരെല്ലാം ആദ്യത്തെ ഭാര്യയിലെ പിള്ളേർ, രണ്ടാമത്തെ ഭാര്യയിലെ പിള്ളേർ, ഇത്ര ചെറുപ്പത്തിൽ ആൾ മരിച്ചും പോയി. എല്ലാം അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ റൊമാൻസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് ടു ഡ്രീം. അങ്ങനെ ഇച്ചിരി സ്വപ്നമൊക്കെ കാണാം. ബട്ട് ദാറ്റ്സ് നോട്ട് റിയൽ. റിയൽ ലൈഫ്, റിയൽ വിവാഹം കാണണമെങ്കിൽ ബൈബിൾ വായിച്ച് നോക്കണം. റിയൽ റൊമാൻസ് കാണുന്നതിലും ബൈബിൾ വായിച്ച് നോക്കിയാൽ മതി. ഇസാക്കിൻ്റെയും റബാക്കയുടെയും ആ വരവും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് മൂവീസ് ഷുഡ് ബി മെയ്ഡ് ഓഫ്. ഈ ഇദ്ദേഹം അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നു. ആ മിഡിൽ ഈസ്റ്റിൽ ഇദ്ദേഹം കഷ്ടപ്പെട്ട ഈ പരിവാരങ്ങളുമായിട്ട്. എന്നിട്ട് അവിടെ പോയി വെള്ളത്തിൻ്റെ അടുത്തിരിക്കുന്നു. പെങ്കൊച്ച് വരുന്നു, നോക്കുന്നു. അത് കൊള്ളാമല്ലോ, നമ്മുടെ യജമാനൻ്റെ നമുക്ക് പറ്റിയതാണല്ലോ. യു തിങ്ക് ഓഫ് ഓൾ ദാറ്റ് ആംഗിള്, ക്യാമറയുടെ ആംഗിളും ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയ വെള്ളം എടുത്തുകൊണ്ട് വരുന്നു, ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നു. നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു. വീട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് ഇവർ ഒരു കാരവനിൽ തിരിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം ധ്യാനനിരതനായിരിക്കുന്ന, തല ഉയർത്തി നോക്കുമ്പോൾ കൊള്ളാം, അവള് ചാടിയിറങ്ങി മൂടുകൂടമൊക്കെ താത്തിരുന്നു. ഇതല്ലേ ദിസ് ഈസ് വാട്ട്. പക്ഷേ നമുക്ക് പിന്നെ ബാക്കി സ്റ്റോറി കൂടെ വായിക്കണം അല്ലേ? പിള്ളേരുണ്ടായി, അടിയായി, പിടിയായി, പ്രശ്നമായി, രണ്ടും വഴിക്കായി. അപ്പോൾ ദിസ് ഈസ് റിയലിസ്റ്റിക്. അപ്പം ഇഫ് യു വാണ്ട് റിയലിസ്റ്റിക് പിക്ചേഴ്സ്, നമ്മുടെ ചർച്ചിലെ വിവാഹങ്ങൾ നോക്കുക, ബൈബിളിലെ വിവാഹങ്ങൾ നോക്കുക. ബൈബിൾ അങ്ങനെ ഈ കാൽപ്പനികമായ സിനിമ കഥ പോലെ പറഞ്ഞു പോവുകയല്ല. അപ്പോൾ വി നീഡ് ടു ബി റിയലിസ്റ്റിക്, നോട്ട് റൊമാൻറ്റിക്. സെക്കൻഡ്, ലുക്ക് ഇൻ. നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് സെൽഫ് കൺട്രോൾ, നോട്ട് ഇമോഷണൽ. വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇതിലേക്ക് പോകുന്നത്? അതോ എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച്, അതായത് എന്തെങ്കിലും ചെറിയ ഒരു എന്താ പറയുക, തൊലിയുടെ നിറം, ശബ്ദത്തിൻ്റെ പ്രത്യേകത, മുടിയുടെ നീളം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളാകാനായിട്ട് സാധ്യതയുണ്ട്. എൻ്റെ മറ്റൊരു സ്നേഹിതന് പറ്റിയ അബദ്ധം ഈ ഇമോഷണലായ തീരുമാനത്തിലാണ് വലിയ പ്രശ്നത്തിലേക്ക് പോയി. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. പഠനം കഴിഞ്ഞു, ഒരു സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് ഒരു ചെറിയ സ്ഥാപനമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ
ജോലിക്കായിട്ട് വന്ന മറ്റൊരു പെൺകുട്ടി ഇഷ്ടം തോന്നി. അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുകയും ഒക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു ഫോൺ വരുന്നു, ഈ പെൺകുട്ടിയുടേതാണ്. ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എൻ്റെ വീട്ടിലേക്ക് അതിന് നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അല്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാനത് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു. നീ ഇപ്പോൾ എവിടാ? ഞാൻ ബസ് സ്റ്റാൻഡിലാണ്. ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്? ഞാൻ ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തേടാ, എന്നാ ചെയ്യണം ഒന്നും അറിയത്തില്ല. അപ്പോൾ പ്രായം അത്രയേ ഉള്ളൂ, ചില അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോലും ഇത് പറഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല, ഞാനങ്ങ് വരുവാണെന്നോ. ഇത് നേരായിട്ടാണ് കേട്ടോ, ഇത് ഒട്ടും അതിശയോക്തിയില്ല. അപ്പം ഞാൻ ഇവിടെ ഇല്ല, ഞാനത് ബീഹാറിലാണ്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പെട്ടില്ല, അല്ല ഞാനും പെട്ടുപോയിരുന്നു. അപ്പോൾ വേറെ കൂട്ടുകാരെ വിളിച്ചു, എടാവേ ഇങ്ങനൊരു കേസാ, അവളിങ്ങോട്ട് വരിക, ഞാൻ എന്നാ ചെയ്യണ്ടേ, നീ ഇങ്ങോട്ട് വാ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പഠിച്ച സ്ഥലത്തേക്ക് അപ്പോൾ കുറേ പേര് ഒരുമിച്ച് കൂടി പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തെന്ന് ഞാൻ പിന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു ഇതിൽ അങ്ങ് പോയതായിരിക്കാം, കുറേ ചെറുപ്പക്കാർ ഒരുമിച്ച്. അപ്പോൾ ഈ പെൺകുട്ടി വന്നു, ഈ മൊബൈലും ഒന്നും ഇല്ലാത്ത സമയമാണ്. പെൺകുട്ടി വന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്കില്ല, ഞാൻ ഇനി ചേട്ടൻ്റെ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ വീട്ടിലേക്ക് ഇപ്പോൾ ഉടനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇന്ന സ്ഥലത്തുണ്ട്, കോട്ടയം എന്നാൽ നമുക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാം, അല്ലാതെ ഇപ്പോൾ ഉടനെ വീട്ടിലേക്ക് എനിക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിളിച്ച് പറഞ്ഞ് ഇവർ പറഞ്ഞു, എടാ ഇതിങ്ങനെ ശരിയാകില്ലല്ലോ. അപ്പോൾ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനോട് പലരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിലും കല്യാണം കഴിക്കണം, അത് വലിയ കാര്യമാണ്. അപ്പോൾ ഏതായാലും പരിപാടികളൊക്കെ ഇട്ടു. ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ തിരുനക്കര ക്ഷേത്രത്തിൽ പോയി പൂജാരിയെ കണ്ടു. നാളെ മുഹൂർത്തം ഉണ്ടോ എന്ന് ചോദിച്ചു. നാളെ മുഹൂർത്തം ഉണ്ട്. ഇത് കേട്ടാൽ നിങ്ങൾ ഓർക്കും ഞാനിത് ഉണ്ടാക്കി പറയുന്നതാണ്, ഇത് സത്യമായിട്ട് ഉണ്ടായതാണ്. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു, അവനും വന്നു. അപ്പോൾ വൈകുന്നേരമായി, കടകളൊക്കെ അടച്ചു പോകും. അപ്പോൾ ആരാണ് പറഞ്ഞു, എടാ താലി വേണ്ടേ? താലി വന്നപ്പോഴത്തേക്ക് സ്വർണ്ണക്കടയെല്ലാം അടച്ചു പോയി. അപ്പോൾ ഇനി എവിടുന്ന താലി കൊണ്ടുവന്നു? അപ്പോൾ ഒരുത്തനും ഓട്ടി വണ്ടി പിടിച്ച് ഏറ്റുമാനൂർ ഒരു കടയിൽ നിന്ന് ഒരു താലി കിട്ടി. അപ്പോൾ ഇതെല്ലാം ആയിട്ട് അപ്പോൾ ഇനി നാളെ മുഹൂർത്തത്തിന് ആൾ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഇച്ചിരി പായസമോ എന്തെങ്കിലും കൊടുക്കണ്ടേ, അതിന് വേറെ ആളെ ഏർപ്പാടാക്കി. ഇനി വരുമ്പം നമ്മൾ കുറച്ച് ആണുങ്ങൾ കൂടി ഒരു കല്യാണം നടത്തിയെന്ന് പറഞ്ഞാൽ മോശമല്ലേ, അതിനും പിള്ളേരൊക്കെ വേണ്ടേ. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരോട് അങ്ങനെ പറഞ്ഞു, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവരെ ചേട്ടൻ്റെ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് വരണം, അമ്മച്ചിമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരണം. ഇങ്ങനെ ഒരു കൂട്ടം രാവിലെ അമ്പലത്തിങ്ക വന്നു. അപ്പം ഈ രാത്രി പെങ്കൊച്ചിനെ എവിടെ താമസിപ്പിക്കും? പോയി അവർ ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. വീട്ടിലേക്ക് വേറൊരു കൂട്ടം ടാക്സി വിളിച്ചു വീട്ടിലേക്ക് പോയി. തെക്കൻ തിരുവനന്തപുരത്തുള്ള വീട്. അവിടെ ചെന്ന് അപ്പൻ ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല. അവസാനം അമ്മയെ സോപ്പിട്ട് അമ്മ കാല് പിടിച്ച് പറഞ്ഞ്, നമ്മുടെ ഒരു മോനല്ലേ, അവൻ എന്നാണേലും കല്യാണം കഴിക്കണ്ടേ, അപ്പോൾ ഇനി അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് അമ്മയൊക്കെ പിറ്റേന്ന് രാവിലെ വരാനിരിക്കുക. രാവിലെ ടീച്ചറിൻ്റെ വീട്ടിലിരിക്കുന്ന പെങ്കൊച്ചിനോട് പറഞ്ഞു, കുളിച്ച് റെഡിയാവണം, സമയത്തേക്ക് മുഹൂർത്തം. ഞാൻ കുളിക്കുന്നില്ല. അല്ല ഇന്ന് കല്യാണം, എല്ലാവരും വരുക, അമ്മ വരുന്നുണ്ട്, അവൻ്റെ അമ്മ വരുന്നുണ്ട്, അമ്മയും അനിയനും കൂടെ വരിക, ഞാൻ കല്യാണം കഴിക്കും. ഇങ്ങനെ ഒരു ഇരിപ്പാ, കാല് അങ്ങോട്ട് കയറ്റി വെച്ച് ഇങ്ങനെ അവർക്ക് സംശയം തോന്നി, എന്താ പ്രശ്നം? അപ്പം വിളിച്ചു, എടാ ഈ കൊച്ചിന് വല്ല പ്രശ്നമുണ്ടോടാ? അങ്ങനെ പ്രശ്നമൊന്നുള്ളതായിട്ട് എനിക്കറിയത്തൊന്നുമില്ല. പിന്നെ പിള്ളേർ ഇങ്ങനെ പറയണേ, ഇന്നലെ നിന്നെ കിടണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നിന്നെ കിടണ്ടാന്ന് പറഞ്ഞു. ഏതായാലും എന്തോ ഡിപ്രഷനോ എന്തോ പ്രശ്നമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും അറിഞ്ഞില്ല, കണ്ണ് ഇരുട്ടായിപ്പോയി. ഈ പ്രേമം കയറിയാൽ ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഇമോഷണലായി ഡിസിഷൻസ് വന്നു, ഇങ്ങനത്തെ ഇഷ്ടം പോലെ കാര്യം. അപ്പോൾ ഇഫ് യു ആർ മച്വർ, we need to be self-control. Next 3, selflessness, not selfish. സ്നേഹത്തിൻ്റെ സെൽഫ്ലെസ്നെസ്സിനെ കുറിച്ച് ഹണിസോരം പറഞ്ഞു അല്ലേ? ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഏറ്റവും ഞാൻ എന്നതിനപ്പുറം ഞാനും ചേട്ടനും അല്ല ഞാനും പെൺകുട്ടിയും എന്നതിനപ്പുറം ഉള്ള നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ? ഇൻലോസ്, ഭാവിയിൽ വരുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വീട് ഓപ്പൺ ഹോം ആകുന്ന കാര്യമൊക്കെ സണ്ണിസോരം പറഞ്ഞു. അപ്പം ഇങ്ങനെ ഞാൻ എനിക്ക് എന്നതല്ലാതെ സെൽഫ്ലെസ് ആയി ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നെങ്കിൽ ദാറ്റ് ഷോസ് ദർ ഈസ് മെച്യൂരിറ്റി. അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലായില്ല. ഞാൻ അത് സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത തേർഡ് പോയിന്റ് ഇങ്ങനെയാണ് എങ്കിൽ വാട്ട് ഷുഡ് ബി വെൻ യു പ്ലാൻ ലുക്ക് ഔട്ട്.
ഇത് മറ്റേത് ലുക്കിൻ നമ്മളെ ഒരു സെൽഫ് അനാലിസിസ് ആയിരുന്നു. ആം ഐ റെഡി, ആം ഐ മെച്യൂർ ഇനഫ് ടു ഗെറ്റ് മാരീഡ്. ഇനി ഇങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ലുക്ക് ഔട്ട് അല്ലേ, സ്റ്റാർട്ട് ലുക്കിംഗ്. ഇഫ് ഐ ആം മെച്യൂർ, ഇഫ് മൈ ഫൗണ്ടേഷൻ നോൺ നെഗോഷ്യബിൾസ്, എൻ്റെ നോൺ നെഗോഷ്യബിൾസ് എല്ലാം ഫേം ആണ്, ഞാനത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അതിൽ വ്യത്യാസമില്ല. ഐ തിങ്ക് ഐ ആം മെച്യൂർ ഇനഫ് ടു ഗെറ്റ് മാരീഡ്. അതിൽ ലീഡർ എന്നൊക്കെയുള്ള റോളിലേക്ക് വരും പുരുഷന്മാർ, ഇവിടെ സപ്പോർട്ടീവ് റോൾ എന്നിലേക്ക് വരും, ഞാനത് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നൗ സ്റ്റാർട്ട് ലുക്കിംഗ് ഔട്ട്. ഹൂ ഈസ് ദാറ്റ് വുമൺ, ഹൂസ് ദാറ്റ് മാൻ അല്ലേ? അതിലെന്തൊക്കെ വരണം? ഒന്ന് കമ്പാറ്റബിൾ ആയിരിക്കും. ചേർച്ചയെന്നാണ്, ചേർച്ച, പൊരുത്തം എന്നൊക്കെ പറയും. അപ്പോൾ തെറ്റിദ്ധാരണ വളരെ ഉള്ള ഒരു മേഖലയാണ് പൊരുത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു അഭിപ്രായം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ കാണുന്നത്? നിനക്ക് അളിയ ഞങ്ങൾക്ക് ഒരേ പൊക്കമല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഒരേ പൊക്കം, രണ്ടുപേരും ഇച്ചിരി പൊക്കമുള്ളതാണ്. പിന്നെ ജാതി ഞങ്ങളൊരേ വിഭാഗത്തിൽപ്പെടുന്നവരാ. ഓ അത് ശരി, അത് ശരി. പിന്നെന്നാടാ, എടാ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് തുടങ്ങുന്ന ഒരു അക്ഷരത്തിലല്ലേ? ഇരിക്കുള്ളൊക്കെ എന്താ വേണ്ടേ കമ്പാറ്റബിൾ ആകാൻ? അപ്പോൾ രണ്ടുപേരുടെയും പേര് ബിയിലാ തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെ വേണം, ഇനിയിപ്പോൾ ഞങ്ങൾ കിട്ടിയാൽ പറയും. എനിക്ക് ഇച്ചിരിച്ചൊക്കെ നമ്മൾ ഇത് കേട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിയാം, അങ്ങനെയൊന്നുമല്ല, മറ്റു പല കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇദ്ദേഹത്തോടുള്ള എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് ആ പെൺകുട്ടിയുടെ പറ്റി ഞാൻ ചില കാര്യങ്ങൾ അറിയാവുന്നത് അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതും ഞാൻ പറഞ്ഞു, ഈ കാര്യം കൂടെ നീ അറിയണം എന്ന് പറഞ്ഞു. ഏതായാലും ആ പൂ അങ്ങ് പുഷ്പിച്ചില്ല, അതങ്ങ് തീർന്നുപോയി. അപ്പോൾ അങ്ങനെ കമ്പാറ്റബിൾ ആകുക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കമ്പാറ്റബിലിറ്റിയിൽ ഇതിനൊക്കെ പങ്കുണ്ടോ? ഇതിലൊക്കെ എത്രമാത്രം റോളുണ്ട്? ശരിയാണ്. നമ്മൾ നോക്കുമ്പം നല്ല പല മിഷൻ ഫീൽഡുകളിലെ മിഷണറിമാർ, ഭക്തന്മാരായ മനുഷ്യരുടെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുമ്പം അവരെല്ലാവരും എപ്പോഴും കമ്പാറ്റബിൾ ഒന്നുമല്ല. എല്ലാം ഒന്നിനൊന്ന് ചേർന്ന് പോകുന്ന, ഒരാളുടെ കുറവ് മറ്റൊരാളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് അങ്ങനെ പരിഹരിച്ചു പോകുന്ന, അതാ കമ്പാറ്റബിലിറ്റി. ദിസ് ഈസ് കമ്പാറ്റബിലിറ്റി. ഒരു കുറവിനെ മറ്റൊരാളുടെ പരിഹരിക്കാനായിട്ട് കഴിയുന്ന ഒന്ന്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ പല സാമൂഹികമെന്നും ഒക്കെ പല കാര്യങ്ങൾ പറയുമെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖല ആത്മീയതയാണ്. ആത്മീയമായി നമ്മുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഷെയർ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരാളെ വിവാഹം കഴിച്ചിട്ട് അയാളിൽ ഇത് കൊണ്ടുവരാം എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരല്പം ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു കടന്ന കൈയായിരിക്കും. അപ്പോൾ അവിടെ റിയലിസ്റ്റിക് ആകുന്നതാണ് നല്ലത്. ഈ ആത്മീയ മേഖലയിൽ നല്ല നിലവാരം പുലർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതിലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അപ്പോൾ ഉദാഹരണത്തിന് ഇൻ്റലക്ച്വൽ കമ്പാറ്റബിലിറ്റി അടുത്ത ഇതിൽ വരുന്നതാണ്. സ്പിരിച്വലാണ് ഒന്ന്. രണ്ട്, ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ചിന്താഗതിയിൽ കേവലം വിദ്യാഭ്യാസം മാത്രമല്ല. ചില ആൾക്കാർ ഇൻ്റലക്ച്വൽസാണ്, അവർ ഈ കമ്മ്യൂണിക്കേഷനിലല്ല വലിയ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ആത്മീയരാണ് എങ്കിൽ അത് വേണേൽ പരിഹരിക്കാം. ഇപ്പോൾ ഒരാൾ ഒന്ന് പറയുന്നതായിരിക്കില്ല മറ്റേ ആൾക്ക് മനസ്സിലാകും. അപ്പോൾ അതെന്താ, രണ്ടുപേരും ഒരേ ഭാഷ സംസാരിച്ചാലും മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭാഷ തന്നെ വ്യത്യാസമാണ്. ഒരു കൂട്ടർ മാസിൽ നിന്നും മറ്റേ ആൾക്കാർ വീനസിൽ നിന്നും വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ആത്മീയമായ ദർശനങ്ങളിൽ നമുക്ക് ഒരു പൊരുത്തം ഉണ്ടാകും. അല്ലെങ്കിൽ ആരാണോ ഉയർന്ന ആത്മീയ നിലവാരം പുലർത്തുന്നത് അവർ സാധാരണഗതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. മറിച്ചായാൽ അത് തീർച്ചയായിട്ടും നന്നാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ ജീവിതം റിസ്ക് ചെയ്യുക അത്ര ആശാസ്യകരമായ കാര്യമല്ല. അപ്പോൾ അതാണ് കമ്പാറ്റബിലിറ്റി. ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ശാരീരികമായ പൊരുത്തം ഉണ്ടാകുക. ഒരാൾ കണ്ടാൽ തമ്മിലൊരു ചേർച്ച കാണും അല്ലേ? അല്ലേ ഞങ്ങളുടെ ഈ ലോകത്ത് ഞാൻ ഇങ്ങനത്തെ ഉദാഹരണം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആരെക്കുറിച്ച് പറയുന്നതല്ല. ഒരു കല്യാണം കഴിഞ്ഞപ്പം ഒരു ചേർത്തി വന്ന് പറഞ്ഞതാ, ഈ പയ്യൻ ഇച്ചിരി കറുത്തിട്ടാണ്, കാക്ക തേങ്ങാമുറിയും കൊണ്ട് പോകുന്ന പോലെ അവൻ ആ പെണ്ണിനെ കൊണ്ട് പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പരസ്യമായ അത്രയും ഒരു ഡിസ്പാരിറ്റി ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ്. ബട്ട് ഇഫ് യു ആർ സ്പിരിച്വൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരം ക്രിറ്റിസിസത്തിനെയൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് അവഗണിക്കാനായിട്ട് പറ്റും. അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണനാർഹമായ വിഷയമാണ് കമ്പാറ്റബിലിറ്റി. രണ്ടാമത് പേഴ്സണാലിറ്റി. വ്യക്തിയെ സ്നേഹിക്കാനായിട്ട്, വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കഴിയണം.
പലപ്പോഴും ഈ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഫിസിക്കൽ ശരീരത്തെയാണ് കൂടുതലും അറിയുന്നത്. ശരീരം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രം, ഒരു ചെറിയ ഭാഗം മാത്രം. ദ പേഴ്സൺ ഈസ് ഇൻസൈഡ് അല്ലേ. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ജോലി കിട്ടി നേരത്തെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടി, നല്ല ജോലി. അത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ കാണാൻ വരുവാണ്. ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ ചെറിയ ക്ലാസ്സാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ് ചെറിയ ക്ലാസ്. അപ്പോൾ അങ്ങനെ 1-2 തവണ വന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു പെങ്കൊച്ച് ഇവനുമായിട്ട് പരിചയമായി. കുറേ നാൾ കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞത്, ഓഫീസ് ഫോൺ, അന്ന് പേഴ്സണൽ ഫോണില്ല, ഓഫീസ് ഫോൺ അവൻ്റെ വാങ്ങിച്ചു. എന്നിട്ട് ഈ പെങ്കൊച്ച് വീക്കെൻഡിലൊക്കെ ഇവൻ്റെ ഓഫീസുള്ള പട്ടണത്തിലാണ് ഇവളുടെ വീട്. അപ്പോൾ വീക്കെൻഡിലൊക്കെ വീട്ടിൽ പോകുമ്പം ഇവനെ വിളിക്കും ഓഫീസിലേക്ക്. അപ്പോൾ ആ പയ്യനെന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ മനുഷ്യനാണ്. അപ്പോൾ അവൻ ഈ കേർട്ടസി എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഒരാൾ നമ്മളെ വിളിച്ചാൽ നമ്മൾ തിരിച്ചു വിളിക്കണം അല്ലേ. നമ്മളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ ചെയ്തു കൊടുക്കണം. എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിൽ പുള്ളി അങ്ങ് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ജീവിക്കണ മനുഷ്യനാണ്. ഇപ്പം പെൺകുട്ടികൾക്ക് സീറ്റ് കൊടുക്കുക, കസേര ഇട്ട് കൊടുക്കുക, ഇരിക്കുക, മാഡം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാ, അസാധാരണമായ ഒരു മനുഷ്യനാ. അപ്പം ഇദ്ദേഹത്തെ ഈ പെൺകുട്ടി പയ്യെ തൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓഫീസിൽ വരാം, വേണ്ട, അയ്യോ വേണ്ട, നമുക്ക് ഒരു ദിവസം കാപ്പിക്ക് പോയാലോ, ഇല്ല അതൊന്നുമില്ല. പിന്നെ 1-2 ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് പറയുന്നത്, എടാ 2-3 ദിവസം ഇങ്ങനെ ഒരു പെങ്കൊച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മര്യാദയ്ക്ക് ഒന്നെങ്കിൽ പോകണം, അല്ലെ പിന്നെ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയാൻ ഒഴിവൊഴിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോയി 1-2 ദിവസം പോയി. കഴിഞ്ഞ് ഒരു ദിവസം പെങ്കൊച്ച് ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കാവോ? ഷോർട്ട്. ഇവൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടൊന്നുമില്ല. അല്ല, എനിക്കെന്നാ കുഴപ്പം, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, വലിയ താമസമില്ലാതെ എനിക്കൊരു ജോലി കിട്ടും, അപ്പോൾ എനിക്കെന്നാ കുഴപ്പം. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ ഉത്തരം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അവൻ വിശ്വാസിയൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ആൻഡ് പ്രോബബ്ലി ഒരുപക്ഷെ നീ എന്നെ നിന്റെ ബെസ്റ്റാണ് ഇത്രയും നാളും കാണിച്ചത്. കാരണം നിനക്കറിയാം നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്. ബട്ട് ഐ ഹാവൻ സീൻ യു, ഞാൻ നിന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇതല്ല എന്നെ കാണാനിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഐ വിൽ നോ യു ഓൺലി ഇഫ് ഐ സീ യു റിയാക്ടിങ് ടു ലൈഫ് സിറ്റുവേഷൻസ്. അത്രയൊന്നും വിവരം അവനുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരു ശുദ്ധാത്മാവാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആളി അത് കൊള്ളാമല്ലോ, നീ ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് അപ്പോൾ ആള് പറഞ്ഞു, അതിനിപ്പോൾ എന്നാ ചെയ്യണ്ടേ? ഞാനതുവരെ നിന്നെ കാണാൻ പറ്റിയിട്ടില്ല, നമ്മളിങ്ങനെ ഉടുത്തൊരുക്കി ഇങ്ങനെ നടക്കുന്നേ കണ്ടുള്ളൂ, അല്ലാതൊന്നും കണ്ടില്ല. ചായ കുടിക്കുന്നത് നീ നന്നായിട്ട് ചായ കുടിക്കുന്നുണ്ടെന്നൊക്കെ അഭിപ്രായം പറയാം. അതിൽ കൂടുതൽ ജീവിതത്തിൽ നീ എങ്ങനെയാണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നീ ഏതൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഐ കാൺ കമ്മിറ്റ്. കല്യാണം നടന്നില്ല, മറ്റു വിവാഹം നടന്നു, അനുഗ്രഹീതമായി പോയി, വിശ്വാസത്തിലേക്ക് വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ലുക്ക് ഔട്ട് ടു പേഴ്സൺസ്, നോട്ട് ഫിസിക്കൽ എൻറ്റിറ്റീസ്. കുറച്ച് ശരീരങ്ങളെ അല്ല നമ്മൾ നോക്കിക്കാണുന്നത്, വ്യക്തികളെ മനസ്സിലാക്കും. വ്യക്തികളെ എങ്ങനെ മനസ്സിലാക്കും? വ്യക്തികളെ മനസ്സിലാക്കണമെങ്കിൽ അവർ പ്രതികരിക്കുന്നത് മനസ്സിലാക്കണം, അവർ മറ്റുള്ളവർ ഇൻട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം, അവരുടെ മൂല്യങ്ങൾ മനസ്സിലാക്കണം, അവർ എന്തിനാണ് സമയം, അവരുടെ TTT അല്ലേ, ടൈം, ടാലൻസ് ആൻഡ് ട്രഷേഴ്സ്, എവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കാനാണോ, അതോ മീനിങ് ഫുള്ളായിട്ട് സമയം ചെലവഴിക്കുന്നയാളാണോ, പൈസ എങ്ങനെ ചെലവഴിക്കുന്നയാളാണോ, ഇതൊക്കെ മനസ്സിലാക്കണം. അയ്യോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ മനസ്സിലാക്കുന്നവരാണ് മെച്ചുവർ. ഇതെല്ലാം ഒന്നും മനസ്സിലാക്കിയല്ല ഞാൻ കല്യാണം കഴിച്ചത് കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ മനസ്സിലാക്കണം. ആൾക്കാരോട് ചോദിക്കണം, എങ്ങനെയാണ് എന്ന് ചോദിക്കണം. അടുത്തത് അതാണ് 3ാമത്തെ പോയിന്റ്, പ്രയോറിറ്റീസ്. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്താണ്? സണ്ണി സഹോദരൻ ഇന്നാള് കണ്ടു പറഞ്ഞു പെണ്ണ് കാണാൻ ഒരു പയ്യനുമായിട്ട് പോയപ്പോൾ 100 ചോദ്യങ്ങളുമായിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ ചോദിക്കാം, പക്ഷെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കണം. സത്യസന്ധമായി അത് മനസ്സിലാക്കണം. ചിലപ്പം അല്ലേ സ്റ്റോക്ക് റെസ്പോൺസസ് ഉണ്ട് അല്ലേ, നമ്മളോട് ഇന്നത് ചോദിച്ചാൽ ഇന്നത് പറയും. അതല്ല എന്നാ ലക്ഷ്യം, പിന്നെ കർത്താവിൻ്റെ വേല നമ്മൾ സഹായിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഇതുവരെ കർത്താവിൻ്റെ വേല ഒന്നും ചെയ്യാത്തയാൾ നാളെ കല്യാണം കഴിഞ്ഞ ഉടനെ കർത്താവിൻ്റെ വേലയിൽ ചെയ്യുമെന്നൊന്നും വിചാരിക്കരുത്. അപ്പം നല്ല വാക്കുകൾ പറയാൻ എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ സംസാരിക്കണമെന്നറിയാം അല്ലേ. തുടങ്ങുമ്പോൾ ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞു തുടങ്ങിയാൽ അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ആത്മീയരാകാനൊക്കെ ഇറ്റ് ഈസ് ഈസി. പക്ഷേ നമ്മൾ മുൻഗണനകൾ ആൾക്കാരുടെ മനസ്സിലാക്കണം. മുതിർന്നവരോട് ചോദിക്കണം അല്ലേ, നമ്മളൊരു ചോദിക്കണം, അത് ആ പയ്യൻ എങ്ങനെയുണ്ട്, എന്തൊക്കെയാ പുള്ളിയുടെ പരിപാടി,
ഇവ എങ്ങനെയാ പൈസയൊക്കെ ചെലവഴിക്കുന്നത്? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാ ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ പുട്ടടിക്കുകയാണോ, മിഷൻസിന് കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് അന്വേഷിക്കണം. അതാണ് മുൻഗണനകൾ. ഓക്കെ, അപ്പോൾ ലുക്ക് ഔട്ട്. നോക്കുമ്പോൾ ആള് ചേട്ടന് മീശ ഇങ്ങനെ നല്ലതാ അല്ലേ, അത് ഇച്ചിരി ഷേപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചെയ്യാവുന്നേ. നമുക്ക് ആദ്യം ലുക്ക് ഫോർ ഇങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നൗ ഫോർത്ത് പോയിന്റ്, ഫോർത്ത് ആൻഡ് ലാസ്റ്റ്. ഇത്രയൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോഴെന്തൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും? യു നീഡ് ടു ഡെവലപ്പ് സർട്ടൺ തിങ്സ്. ചിലത് ഓൾറെഡി നിങ്ങളിൽ ഡെവലപ്ഡ് ആയിരിക്കാം, ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക. ഞാൻ പറയുന്നത് ഒരു ഇതായിട്ട് കരുതിയാൽ മതി. അല്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതിൽ ചിലതൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യും. ഒന്നാമതായിട്ട് ഇന്ന് വരെ നമുക്കില്ല എങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് ഈസ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നതിന് ചില അടിസ്ഥാന ശീലങ്ങൾ വേണം. ശീലങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്, ഡിസിപ്ലിൻസ്. അതിൽ 3 എങ്കിലും എല്ലാവർക്കും ഉണ്ടാവും. ഒന്ന്, സ്വന്തമായിട്ട് ബൈബിള് വായിച്ച് ധ്യാനിക്കുന്ന ഒരു ശീലം. നമ്മൾ പണ്ടൊക്കെ ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്, അതിനെന്ത് പേര് വേണം ഇട്ടോ, ഈ ഒരു പരിപാടി ഉണ്ടാവും. അത് ഈ കൃത്യം 365 ദിവസവും ചെയ്യണം അങ്ങനെയല്ല. ദാറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് അവർ ഡിസിപ്ലിൻ അല്ലേ. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കും. പക്ഷേ ചിലപ്പം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബ്രഷ് എടുത്തില്ലെങ്കിൽ ചിലപ്പം പല്ല് തേക്കാൻ അങ്ങ് വിട്ടുപോകും. വായിക്കൊരു കയ്പൊക്കെ തോന്നും. ചിലപ്പം പല്ല് തേക്കാതെ ഭക്ഷണവും കഴിച്ചെന്ന് വരും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകും. പക്ഷേ ഇടയ്ക്കൊക്കെ പല്ല് തേക്കുന്നത് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പല്ല് തേപ്പേ ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന രീതിയിൽ ധ്യാന സമയത്ത് എടുക്കുന്നയാൾ നോട്ട് ഗോയിങ് ടു വിൻ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യൻ ഫാമിലി. നമുക്ക് ജീവിക്കുക, മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ പ്രസംഗമൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെയല്ലേ കിട്ടുള്ളൂ. എപ്പോഴും നമുക്ക് ഇത് കിട്ടണം. മാത്രമല്ല, ജെന്റിൽമെൻ, നിങ്ങൾ യു നീഡ് ടു ബി ദ ലീഡേഴ്സ്. ഈ ഇതറിയത്തില്ലാതെ, ദൈവവചനം അറിയത്തില്ലാതെ നമ്മൾ പറയാം, അതെ സൺഡേ അങ്ങളോട് ചോദിച്ചിട്ട് പറയാം. പിള്ളേർ ഒന്ന് ചോദിക്കുകയല്ലേ ഓരോ കാര്യങ്ങൾ. അപ്പം സൺഡേ സ്കൂൾ പുസ്തകത്തിൽ ഇല്ലടാ, ഗൂഗിൾ ചെയ്ത് നോക്കി എന്ന് പറയേണ്ട ഗതികേട് വരരുത്. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സ്പിരിച്വൽ ഡിസിപ്ലിനിൽ 1 ഈ ധ്യാന സമയമാണ്. 2 പേഴ്സണൽ പ്രെയറാണ്. പേഴ്സണൽ പ്രെയർ എല്ലാവരും കൂടിയിരുന്ന് പള്ളിയിൽ സഭയിൽ നടത്തുന്ന പ്രാർത്ഥനയല്ല, വ്യക്തിഗതമായ പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥനയിൽ തീർച്ചയായും 1-ാം സ്ഥാനം ഇത് വെച്ചോ, കല്യാണം വെച്ചോ. പക്ഷേ മറ്റു പലതും ഉണ്ടാവണം. നമ്മുടെ സഭയിലെ ആൾക്കാരുണ്ടാകണം, ലോക സുവിശേഷീകരണം ഉണ്ടാകണം, സമൂഹത്തിൻ്റെ അധപ്പതനം ഉണ്ടാകണം. എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് സഭയിൽ ക്ലാസ് കിട്ടിയിട്ടുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല. നമ്മുടെ ഈ കറപ്ഷൻ, സൊസൈറ്റിയിലെ കറപ്ഷനെ കുറിച്ച് പ്രാർത്ഥിക്കണം അല്ലേ. ഇങ്ങനെ പൊതുവിൽ ഉള്ള പ്രാർത്ഥനയല്ലാതെ സ്വന്തമായ പ്രാർത്ഥന. ഒരു പ്രെയർ ഡയറിയൊക്കെ ഉള്ള എത്ര പേരുണ്ട്? കൈവക്കണ്ട. ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലത്. പ്രെയർ ഡയറി ഉള്ള ആളെ കല്യാണം കഴിക്കുകയാണ്. അല്ലാത്ത ആളുടെ അടുത്ത് പോയിട്ട് ഇത് പഠിപ്പിക്കാനായിട്ടൊക്കെ നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുവരെ ഇതില്ലാത്ത ഒരാൾ തീർച്ചയായും യു ആർ ഹെഡിങ് ഫോർ ഡിസാസ്റ്റേഴ്സ്. പറയാം. മൂന്നാമത്തേത് ഇവാഞ്ചലിസം. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ, ക്വയറ്റ് ടൈം, പ്രയർ, ഇവാഞ്ചലിസം. സുവിശേഷ വേലയെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കുക, സുവിശേഷം പറയുക, മിഷൻസിൽ ഇൻവോൾവ് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടെ. ഈ 3 കാര്യങ്ങളെങ്കിലും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. അല്ല എങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും ഗിവിംഗ് ഒക്കെ ഇതിൽ മിഷൻസിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഡെവലപ്പ് ചെയ്യണം. ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ തുടങ്ങണം അല്ലേ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് അല്ലേ. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ ദാരുണമായ കഥ കേട്ടു. അപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ അങ്ങളെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി, വന്ന കാലം മുതൽ അവൾ രാവിലെ എഴുന്നേറ്റ് ബൈബിള് വായനയൊന്നുമില്ല, ഈ മൊബൈലാണ്, പുതിയ പെങ്കൊച്ചാ. അപ്പോൾ അതിങ്ങനെ കാണുക, വർത്തമാനം പറയുക, എന്നിട്ട് അവസാനം അത് പാടെ കെട്ടിയോളും ഒരു കുഞ്ഞു കൊച്ചും ആയി കഴിഞ്ഞപ്പോഴും നിലം തുടയ്ക്കാനായിട്ട് ആൾ വേണം. ഭക്ഷണം പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, മിക്കവാറും ഹോട്ടലിൽ നിന്നാണ് വാങ്ങിക്കുക. എവിടെയാണ് പ്രശ്നം പറ്റിയതെന്ന് ചോദിച്ചാൽ ഇത് പണ്ടേ ഇല്ലായിരുന്നു, ഇപ്പോഴായിട്ട് നിന്ന് പോയതല്ല. കല്യാണത്തിന് മുമ്പേ ഈ പരിപാടി ഇല്ലായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടാവും.
പിന്നെ വല്ല ഇടിക്കുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ ഗത്യന്തരമില്ലാതെ ചിലപ്പം ദൈവത്തെ വിളിച്ചെന്നില്ല. അപ്പം ഡെവലപ്പ് ഇറ്റ് നൗ. ഇപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഡെവലപ്പ് ചെയ്യണം. സെക്കൻഡ്, സാക്രിഫിഷ്യൽ ലവ്. ആവർത്തിച്ചതായെങ്കിലും ഞാൻ ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞു കൊടുക്കുക. കിട്ടുക എന്നുള്ളതല്ല, കൊടുക്കുക എന്ന പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കും. കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, ടൈം കൊടുക്കാനായിട്ട് പറ്റണം. ആൾക്കാരെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ഐ ഹെൽപ്പ്? ഹെൽപ്പിംഗ് ഈസ് ഗിവിങ്. ഇനി അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നാളെ നമ്മൾ ചെല്ലുന്ന ഒരു ഫാമിലിയിൽ പലതരത്തിലുള്ള ആൾക്കാരില്ലേ, ഇൻലോസ് ഉണ്ട് അല്ലേ, നാളെ പിള്ളേർ വളർന്നു വരും. സാക്രിഫിഷ്യൽ ലവ്, വാങ്ങിക്കുക എന്നുള്ളതല്ല, കൊടുക്കുക എന്ന നിലയിൽ കൊടുക്കാനായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, വി ഗോ നെക്സ്റ്റ്. കമ്മ്യൂണിക്കേഷനിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, എൻഷുർ വാട്ട് ഈസ് സ്പോക്കൺ ഓൺ ദിസ് സൈഡ് ഈസ് വാട്ട് ഈസ് റിസീവ്ഡ് ഓൺ ദി അതർ സൈഡ്. ഇത് നടക്കാതെ വരുമ്പോഴാണ് കുറച്ച് ഞാൻ ഈ കാര്യം വലിയ പുറകോട്ടാണെന്ന് എനിക്ക് അടുത്തടുത്ത് മനസ്സിലായി. മിനിഞ്ഞാന്നും മനസ്സിലായി എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പം ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഇന്നലെ രാവിലെ പുറപ്പെടേണ്ട ആളാണ്. അപ്പോൾ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നുകൊണ്ട് ഇന്നലെ രാവിലെ പുറപ്പെടാൻ പറ്റില്ല. അപ്പം ഭാര്യയോട് ഞാൻ പറഞ്ഞത് ഇന്നലെ രാവിലെ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന. അപ്പോൾ തലേ ദിവസം വേറൊരു പ്രോഗ്രാം കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പം തലേ ദിവസം രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് പോകും, വീട്ടിലേക്ക്, എൻ്റെ സ്വദേശത്തേക്ക്. എന്നിട്ട് അവിടുന്ന് രാവിലെ തന്നെ പുറപ്പെടാൻ പറ്റിയാൽ ഞാൻ ഉച്ചയോടെ തൃശ്ശൂർ എത്തുമായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, അവിടുന്ന് അങ്ങനെ രാവിലെ പുറപ്പെടുന്നത്, നിങ്ങളോട് ഒരു കാര്യം ചെയ്യാനല്ലേ പോണേ? ഞാൻ പറഞ്ഞു, അതെ, അവിടെ കാര്യം രാവിലെ തന്നെ തീർത്ത് പുറപ്പെടാനല്ലേ അതിൻ്റെ അർത്ഥം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്നതെല്ലാം അങ്ങനെ തന്നെ മറുവശത്ത് കിട്ടിയെന്ന് ഉറപ്പാകണമെന്നില്ല. ഈ ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക. ഞാനിതാ പറഞ്ഞത്, അതാണോ മനസ്സിലായി? ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ പണ്ടേ ദുർബല, ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടെ വന്നാലോ? നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ആകെപ്പാടെ പുറകോട്ടാണ്. നമ്മൾ ഒന്ന് പറയുമ്പോൾ ചക്കെന്ന് പറഞ്ഞാൽ കൊക്കുന്ന സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ കൂടെ ഈ പറയുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളും കൂടെ വന്നാലോ? അപ്പോൾ കല്യാണത്തിലെ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഈസി. അപ്പോൾ ഈ ആദ്യമൊക്കെ ഇങ്ങനെ ഈ ഐ ലവ് യു ഒക്കെ പറയാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. പിന്നെയൊക്കെ വരുമ്പം കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫിക്കൽട്ട്. അപ്പം ഡെവലപ്പ് ദാറ്റ്. അപ്പോൾ അതവിടെ തീരുകയാണ്. ഇങ്ങനെ ഒരു പ്രായോഗികമായ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. തയ്യാറാണ്, പ്രായോഗികമായിട്ട് നമ്മൾ തയ്യാറാണ്. ഞാൻ എന്നോട് കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചു, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയും തയ്യാറാകുകയും കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ മെച്യൂർ കൗൺസിലിംഗ് എന്ന് പറയും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ സണ്ണി സഹോദരൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വരുമ്പോഴുള്ള കൗൺസിലിംഗ് എന്നുള്ളതല്ല. നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ വ്യക്തിത്വമോ മുൻഗണനയോ ഒന്നും നമുക്കറിയില്ല. അങ്ങോട്ട് നാളെ ചെന്നിട്ട് ചേട്ടൻ്റെ മുൻഗണന എങ്ങനെ, കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുക, അങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇവിടെയാണ് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളാണ് എങ്കിൽ, ബന്ധുക്കൾ ഉണ്ട് എങ്കിൽ അവരുടെയൊക്കെ റോള് നമ്മൾ ഉപയോഗിക്കണം. പലപ്പോഴും കല്യാണത്തിൻ്റെ കൺസൾട്ടേഷൻ നടക്കുന്നത് സമപ്രായക്കാരുടെ ഇടയിലാണ്. അവർക്ക് ഗൗരവമായ ഇൻപുട്സ് ഒന്നും തരാൻ പറ്റില്ല. മിക്കവാറും നമ്മൾ കാണുന്നത് തന്നെയായിരിക്കും അവരും കാണുന്നത്. എന്നാൽ പണ്ട് വല്യമ്മ ഇങ്ങനെ എൻ്റെ അമ്മാച്ചൻ്റെ പെണ്ണ് കാണാനായിട്ട് പോകുമ്പോൾ പറയുന്നത് കേട്ടു, ധാവണിക്കാർ വേണം, നിക്കറുകാരും വേണം. അങ്ങനെയായി നമ്മളെ കൊണ്ടുപോയത്. പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുപോകണം പെണ്ണിൻ്റെ വീട് കാണാനായിട്ട്. കാരണം ഓരോരുത്തരും കാണുന്ന ഒന്നാണ്. ഞാൻ പോയി നോക്കുന്ന അവിടുത്തെ മുയലുണ്ടോന്നോ അല്ലെ അവിടുത്തെ പിള്ളേരെങ്ങനെയോ അവന്മാർ ഭയങ്കര വഴക്കാളിയാണ് എന്നൊക്കെ ആയിരിക്കും ഞാൻ കാണുന്നത് അല്ലേ. സഹോദരിമാർ അല്ലെ സ്ത്രീകൾ പോയാൽ കാണുന്ന, അയ്യോ പരിയമ്പറൊന്നും ഒരു വൃത്തിയില്ലെന്നേ, ആട്ടുമൂടൊക്കെ കാണണം എങ്ങനെ കിടക്കുന്നത്, ഇതായിരിക്കും അവർ കാണുന്നത്. ചേട്ടന്മാർ കാണുന്നത് എങ്ങനെയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ, പറമ്പൊക്കെ പണിയുന്ന ആൾക്കാരാണ്. അപ്പം ഇതെല്ലാം കൂടെ ഉള്ളപ്പോഴാണ് ഒരു ചോയ്സ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. അതല്ലാതെ നമ്മൾ പോയാൽ നമ്മൾ ആകെപ്പാടെ നോക്കുന്നത് കണ്ണ് കൊള്ളാൻ കേട്ടോ, അയ്യോ ആ നിറം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്നും കാര്യം നടക്കില്ല. അപ്പം മച്വർ കൺസൾട്ടേഷൻ ഈസ് ഇന്നെവിറ്റബിൾ. അത് ഒഴിവാക്കരുത്. ദൈവം സഹായിച്ച് നമുക്ക് സഭകൾ എന്ന് പറയുന്നതും ബന്ധുക്കൾ എന്ന് പറയുന്നതും അങ്ങനെ ആയിരിക്കണം. ആ കൺസൾട്ടേഷനിൽ മേക്ക് ഷുവർ ദോസ് പീപ്പിൾ ആർ മച്വർ. ചുമ്മാ ആരെങ്കിലും അങ്ങ് പറഞ്ഞാൽ പറ്റില്ല. ഗൗരവമായിട്ട് ചില കാര്യങ്ങളിൽ നമ്മളെ തിരുത്താനും പറ്റുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തന്നെ
നമ്മൾ സ്വീകരിക്കണം. എനിക്ക് അങ്ങനെ ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ തന്ന ആൾക്കാരുണ്ട്, ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്നോട് ആദ്യത്തെ സംസാരമൊക്കെ കഴിഞ്ഞു അത് കുളമായി. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാ നീ വർത്താനം പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അങ്ങനെ വേദന ചോദിച്ചു. എന്നിട്ട് അവസാനം എന്നായി, ഇങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ കുഴപ്പം. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞു, യു ഷുഡ് അവോയ്ഡ് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അതിൻ്റെ അങ്ങേ ഏറ്റമല്ലേ അങ്ങ് പറയുന്നത്. അതല്ല, റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. ഇതൊന്നും അറിയത്തില്ല, നമ്മൾ തന്നെ പോയി കല്യാണം കഴിച്ചാൽ അശ്വതി പാവമായിരുന്നു. ശരിയോ, അശ്വതി പാവമായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ, പാപം നിറഞ്ഞ സമൂഹത്തിൽ അശ്വതി ജനിച്ചത്. അശ്വതിയുടെ ഉള്ളിലും പാപം ഉണ്ടായിരുന്നു, അതിന് പരിഹാരം വന്നില്ല. അപ്പൊ ആ സമൂഹത്തിന്റെ കയ്യിലേക്ക് സ്വന്തം ജീവിതം എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ അശ്വതിക്ക് ശരിയാകാൻ പറ്റും. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറേ പ്രമാണങ്ങൾ പറഞ്ഞ് അതിനെ അങ്ങ് ഒഴിവാക്കുകയല്ല. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറൽ ഈസ് പ്രാക്ടിക്കൽ. ബൈബിൾ നമുക്ക് നൽകുന്ന ഗൈഡ്, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. അത് നമ്മളിങ്ങനെ അയ്യോ അത് ഒത്തിരി എന്താ പറയണേ ഐഡിയ, അതൊന്നും അനുസരിച്ച് കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചാൽ ഈ ബൈബിളിലെ കാണുന്ന ഏതെങ്കിലും ഒരു കുടുംബജീവിതത്തിൻ്റെ ഡിസാസ്റ്റർ പോലെ നമ്മുടെ കുടുംബജീവിതമായി. വിജയകരമായ കുടുംബജീവിതങ്ങൾ ഉണ്ടാകണമെങ്കിൽ വിജയകരമായ ശരിയായ പ്രമാണങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ടു ബി പ്രാക്ടിക്കൽ ഈസ് ടു ബി സ്ക്രിപ്ചർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അത്തരമൊരു കുടുംബജീവിതം നൽകട്ടെ എന്ന ആശ്വാസത്തോടെ, ആശംസയോടെ, പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ എല്ലാവരെയും കാണാനൊരു സന്തോഷമുണ്ട്. ചിലരുടെ അടുത്ത് ഈ കൗൺസിലിങ്ങിനും ഒക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, വി നീഡ് ടു ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇതൊരു സീരിയസ് ആയ കാര്യമാണ്. ദൈവത്തിൻ്റെ റോളില്ല എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ നമ്മളും ഉത്തരവാദിത്തമുള്ളവരായിട്ടല്ലേ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്ക്രിപ്ചറൽ ഈസ് പ്രാക്ടിക്കൽ. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ യു ക്യാൻ ഹാവ് എ ഗ്രേറ്റ് മാരേജ്. മേ ഗോഡ് ബ്ലെസ് യു.